രാവിലെ നമുക്ക് കുറച്ച് എന്താ പറയാ കറണ്ട് പോകലും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, എക്യുപ്മെന്റ്സ് നമുക്ക് ഒന്നുകൂടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. പറഞ്ഞ അതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇതുവരെ നമ്മൾ എന്താ പറഞ്ഞത്, ആംബുലൻസ് എന്താന്ന് നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അതിൽ എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? ആംബുലൻസ് എന്നുള്ള വേർഡ് ഏതിൽ നിന്നാണ് ഡിറൈവ് ചെയ്ത് വന്നത്? ഏത് ലാംഗ്വേജ് ആയിരുന്നു? ലാറ്റിൻ വേർഡ് ആംബുലറിൽ നിന്ന്. ആംബുലർ എന്നുള്ള ലാറ്റിൻ വേർഡിൽ നിന്നാണ് ആംബുലൻസ്. അതിന്റെ മീനിങ് എന്താ? To walk or move about. Okay, yes, right. പിന്നെ നമ്മൾ ടൈപ്സ് ഓഫ് ആംബുലൻസ് പറഞ്ഞു. അതായത് ആംബുലൻസ് ട്രാവൽ ചെയ്യുന്ന മീൻസ് വെച്ചിട്ട് ഏതൊക്കെ മാർഗങ്ങളിലൂടെ ആംബുലൻസ് ട്രാവൽ ചെയ്യുന്നു ആ മീൻസ് വെച്ചിട്ട് നമ്മൾ 3 ടൈപ്പ് പറഞ്ഞു. അത് ഏതൊക്കെയായിരുന്നു? റോഡ് ഗോയിങ്, എയർ ഗോയിങ്, വാട്ടർ ഗോയിങ് ആംബുലൻസസ്. കറക്റ്റ്. പിന്നെ അതിന്റെ വർക്കിംഗ് അനുസരിച്ച് ഫങ്ഷണൽ ടൈപ്സ് വെച്ചിട്ട് നമ്മൾ ആംബുലൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എത്ര എണ്ണമായിട്ട് ഡിവൈഡ് ചെയ്തു? 7. അതായത് എന്തൊക്കെ യൂസ് ഉണ്ട് അതിനനുസരിച്ച് പറഞ്ഞു. അതിൽ ഫസ്റ്റ് വണ്ണായിരുന്നു എമർജൻസി ആംബുലൻസ് അല്ലെ, മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കിടക്കുന്ന പേഷ്യൻസ് തലയും നെക്കും അതുപോലെ തന്നെ ബാക്കി ഭാഗങ്ങളും അങ്ങനെ കിടന്ന ഫുൾ അവര് ഫ്ലാറ്റ് ആയിട്ട് കിടക്കുന്ന രീതിയിലുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്നതല്ല, ചെറിയ മൈനർ വൂൺസ്, മൈനർ ഇഷ്യൂസ് ഒക്കെ വരുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാനുണ്ട്. ചിലപ്പോൾ ഒരു ആംബുലൻസിൽ തന്നെ 4-5 പേരെ ഒരുമിച്ച് ഇരുന്നൊക്കെ പോകാൻ പറ്റുന്ന ടൈപ്പ്. അതിന് നമ്മൾ വാൻ യൂസ് ചെയ്യും, ബോട്ട് യൂസ് ചെയ്യും, ഹെലികോപ്റ്റർ യൂസ് ചെയ്യും, എയർക്രാഫ്റ്റ് യൂസ് ചെയ്യും, ബസ് പോലത്തെ ആംബുലൻസ്, അങ്ങനെ ഏത് വേണമെങ്കിലും കൺവേർട്ട് ചെയ്ത ആംബുലൻസുകൾ യൂസ് ചെയ്യും. അത് പിന്നെ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് ആയിരുന്നു സെക്കൻഡ് വൺ പറഞ്ഞത്. അത് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാം. ഇപ്പൊ ഡയാലിസിസിന് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു സ്കാനിങ്ങിന് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു സെന്ററിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ, അതിനൊക്കെയാണ് നമ്മൾ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് യൂസ് ചെയ്യുന്നത്. അവിടെയും അർജൻസി ഒന്നുമില്ല, ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള കേസസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയും നമ്മൾ വാൻ, ബസ് അങ്ങനെ അതുപോലുള്ള വെഹിക്കിൾസ് എല്ലാം യൂസ് ചെയ്യും. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? ആംബുലൻസ് ബസ് ആയിരുന്നു പറഞ്ഞിരുന്നത്. ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാൽ കുറേ നമ്പർ ഓഫ് പേഷ്യൻസിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ആംബുലൻസ് ബസ്. പെട്ടെന്നൊരു ആക്സിഡന്റ് ഉണ്ടായ ഒരു 10-20 പേർക്ക് മുറിവ് വന്നു, അപ്പൊ അവരെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ഷിഫ്റ്റ് ചെയ്യാനായിട്ടാണ് ആംബുലൻസ് ബസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ചാരിറ്റി ആംബുലൻസുകളുണ്ട്. ചാരിറ്റി ആംബുലൻസ് നമുക്ക് പാലിയേറ്റീവ് കെയർ ചെയ്യുന്നോ അല്ലെങ്കിൽ അതുപോലുള്ള കെയർ ഹോംസിൽ നിന്നൊക്കെ ഇതുപോലെ ചിലപ്പോൾ ക്രിട്ടിക്കൽ ഇൽനെസ് ആയിരിക്കാം. കാരണം അവര് ഡെത്ത് വെയിറ്റ് ചെയ്ത് കിടക്കുന്ന ചില പേഷ്യൻസ് ഉണ്ടാവും, കുട്ടികൾ ഉണ്ടാകും, ക്യാൻസർ അതുപോലുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ചവർ കുട്ടികളുണ്ടാവും, വലിയ ആൾക്കാരുണ്ടാവും. അവരെ എല്ലാം ഒരു വെക്കേഷൻ, ഒരു ട്രിപ്പിന് കൊണ്ടുപോകുന്ന പോലെ ക്ലിനിക്കിനൊക്കെ കൊണ്ടുപോകുന്ന രീതിയിൽ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ചാരിറ്റി ആംബുലൻസ്. അപ്പൊ ഏതെങ്കിലും ഒരു ട്രസ്റ്റിന്റെയോ ഓർഗനൈസേഷന്റെയോ ഒക്കെ ആയിരിക്കും ഈ ചാരിറ്റി ആംബുലൻസ്. UK-യില് ജംബുലൻസ് പ്രോജക്റ്റ് ആണ് ഇതിന്റെ ഈ ചാരിറ്റി ആംബുലൻസ്. ആ പ്രോജക്റ്റിന്റെ പേര് ജംബുലൻസ് ആണ്. ജംബുലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻ ടേക്ക് മെനി പേഷ്യൻസ്, അതാണ് മീനിങ്. കുറേ പേഷ്യൻസിന് ഒരുമിച്ച്, അതായത് നമ്മളൊരു ബസ്സിൽ നമ്മളൊരു ട്രിപ്പ് പോകുന്ന പോലെ ആ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ചാരിറ്റി ആംബുലൻസ്. UK-യിൽ ഇത് അറിയപ്പെടുന്നത് ജംബുലൻസ് പ്രോജക്റ്റ്. പിന്നെ നമ്മള് ബെറിയാട്രിക് ആംബുലൻസ് പറഞ്ഞു. അത് എന്തിനുള്ളതായിരുന്നു? ഓവർ വെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിനകത്ത് അതിനനുസരിച്ചുള്ള ടൂൾസ് എല്ലാം കാണും. നമ്മള് പിക്ചർ കണ്ടതില് അതുപോലുള്ള ഇങ്ങനെ സ്ലൈഡ് ചെയ്യുന്നതും ലിഫ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള, പക്ഷെ അത് മെഷീൻ ഓപ്പറേറ്റഡ് ആയിരിക്കും. ആളുകൾക്ക് മാൻ ഓപ്പറേറ്റഡ് ആവില്ല. കാരണം 2 ആളുകൾ ഉണ്ടെങ്കിൽ തന്നെയും നല്ല ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും ബെറിയാട്രിക് ആംബുലൻസ്. റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്, ഇത് നമ്മള് പറഞ്ഞില്ലേ ട്രാഫിക് മൂവിങ്, അതില് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ആംബുലൻസ് നല്ല സ്പീഡിൽ അപ്പം റോഡിൽ മുഴുവൻ ക്ലിയർ ചെയ്യുന്നത്. അപ്പൊ ഏത് ആംബുലൻസ് പോയാലും റോഡ് ക്ലിയർ ചെയ്യും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജസ് പാസ് ചെയ്യും, അതിനനുസരിച്ച് ക്ലിയർ ചെയ്യും. നെക്സ്റ്റ് സൈക്യാട്രിക് ആംബുലൻസ്. ഇത് സൈക്യാട്രിക് പേഷ്യൻസിനെ, സൈക്യാട്രിക് പേഷ്യൻസ് പറഞ്ഞപ്പോൾ അതിനനുസരിച്ച് അവരെ ചിലപ്പോൾ അവരെ ടൈ ചെയ്തൊക്കെ ഇടേണ്ട വരും. സൈക്യാട്രിക് പേഷ്യൻസ് അവരെ ഇപ്പോൾ വയലന്റ് ആകുന്ന പേഷ്യൻസോ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം യൂസ് ചെയ്യുന്നതാണ് സൈക്യാട്രിക് ആംബുലൻസ്. ചിലപ്പോൾ അവരെ മയക്കിയിട്ടായിരിക്കും, അപ്പൊ അതിന് വേണ്ടുന്ന മെഡിക്കേഷൻസ് എല്ലാം അതിലുണ്ടാവും. ഇത് നമ്മൾ ഓരോ ഫംഗ്ഷൻ, ഓരോ യൂസിനനുസരിച്ച് 7 ആയിട്ട് ഡിവൈഡ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ടൈപ്പ്, റോഡ് ആംബുലൻസിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. അത് അസുഖത്തിന്റെ സീരിയസ്നെസ് അനുസരിച്ചാണ് ഓരോ ടൈപ്പ് ഡിവൈഡ് ചെയ്തത്. നമ്മൾ ടൈപ്പ് എ പറഞ്ഞത് വളരെ കാഷ്വൽ ആയിട്ടുള്ളത്, അതിനകത്ത് ആംബുലൻസിന്റെ സ്റ്റാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ.
അവർ മെഡിക്കലി അത്ര ക്വാളിഫൈഡോ ട്രെയിൻഡോ ഒന്നും ആയിരിക്കില്ല. പിന്നെ ഇതുപോലെ പേഷ്യൻസ് കിടക്കുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാനോ, പിന്നെ എല്ലാം ആംബുലൻസ് തന്നെയാണെങ്കിലും മോട്ടോർ വെഹിക്കിളിന്റെ എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചായിരിക്കും അവര് അത് വർക്ക് ചെയ്യുന്നത്. പിന്നെ മെഡിക്കൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്തതാണ് ടൈപ്പ് എ. ജസ്റ്റ് പേഷ്യൻസിനെ ഉപയോഗിക്കും. പിന്നെ വാക്കബിൾ ആയിട്ടുള്ള പേഷ്യൻസ് ആയിരിക്കും, കിടപ്പ് രോഗികൾ അങ്ങനെയുള്ളവരെ കൊണ്ടുപോകുക. ടൈപ്പ് ബി, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾസ്. ടൈപ്പ് ബി അതിനകത്ത് സ്റ്റാഫിന് ലെസർ ക്വാളിഫിക്കേഷൻ ആയിരിക്കും. എമർജൻസി ആംബുലൻസിനേക്കാളും ലെസർ ക്വാളിഫിക്കേഷൻ ആയിരിക്കും. പക്ഷെ ടൈപ്പ് എനേക്കാളും കുറച്ചുകൂടെ അവർക്ക് കാര്യങ്ങൾ അറിയാം. പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം ഇൻ ബിറ്റ്വീൻ പ്ലേസസ്, ഡയാലിസിസ് സെന്ററോ സ്കാൻ ചെയ്യുന്ന സെന്ററോ അങ്ങനെയൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഹോസ്പിറ്റൽ ആൻഡ് ഹോം, അങ്ങനെ അല്ലെങ്കിൽ പാലിയേറ്റീവ് കെയർ ആൻഡ് ഹോസ്പിറ്റൽ, ആ രീതിയിൽ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നതാണ് ടൈപ്പ് ബി. ടൈപ്പ് സി നമ്മൾ എന്താ പറയുന്നത്, ബേസിക് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ട്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തില്ല. ബ്ലഡ് ഷുഗർ ജസ്റ്റ് ചെക്ക് ചെയ്യാൻ, മോണിറ്റർ ചെയ്യാൻ, ഷുഗർ കുറവാണെങ്കിൽ അവർക്ക് ഗ്ലൂക്കോസ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്, പിന്നെ അങ്ങനെയുണ്ട്. പിന്നെ ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവും, BP അപ്പാരറ്റസ് ഉണ്ടാവും, സ്റ്റെതസ്കോപ്പ് ഉണ്ടാവും, ഇങ്ങനെയുള്ള ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ അങ്ങനെയാകുമ്പോഴെന്താ അതിലുള്ള ക്രൂ, അതിലെ സ്റ്റാഫ് കുറച്ചുകൂടെ ട്രെയിൻഡ് ആയിരിക്കും. ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ട്. ഓക്കെ, നെക്സ്റ്റ് ടൈപ്പ് ഡി ആണ്. ടൈപ്പ് ഡി എന്ന് പറയുന്നത് ഇത് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഇതിനെ കാർഡിയാക് കെയർ ആംബുലൻസും അറിയപ്പെടുന്നു. കാരണം ഏറ്റവും കൂടുതൽ കാർഡിയാക് ഇഷ്യൂ വന്ന ആളുകൾ വഴിയിൽ കടന്ന് വീഴുക, വീട്ടിൽ അങ്ങനെ സംഭവിക്കുക, അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഇവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു വെഹിക്കിൾ ഡിസൈൻ ചെയ്തേക്കുക. എർഗോണമിറ്റി, അതായത് കംഫർട്ടും എഫിഷ്യന്റുമായിട്ടുള്ള ഒരു വെഹിക്കിളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലപോലെ എക്യുപ്ഡ് ആയിരിക്കും. മെഡിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ മെഡിക്കൽ എക്യുപ്മെന്റ്സും ആയിട്ടുണ്ടാവും. കുറച്ച് ഹോസ്പിറ്റൽ പോലെ തന്നെ ഇതില് സപ്പോർട്ടിംഗ് ലൈഫ് സപ്പോർട്ടിംഗ് മെഷീൻസ് ഉണ്ടാവും. ലൈക്ക് ഡീഫിബ്രിലേറ്റേഴ്സ്, മെഷീൻ യൂസ് ടു റീസ്റ്റാർട്ട് ദ ഹാർട്ട്. പിന്നെ ECG മെഷീൻ ഉണ്ടാവും, ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യാൻ. വെന്റിലേറ്റേഴ്സ് കാണും, ഓക്സിജൻ സിലിണ്ടേഴ്സ് ഉണ്ടാകും, പൾസ് ഓക്സിമീറ്റർ അത് കാണും. ഓക്സിജൻ നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജൻ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൾസ് ഓക്സിമീറ്റർ. റിസൈറ്റേഷൻ കിറ്റ് ഉണ്ടാവും. റിസൈറ്റേഷൻ കിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലങ്സിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇപ്പൊ ബ്രീത്തിങ് ലോ ആണ്, ബ്രീത്തിങ്ങിന്റെ റേറ്റ് നോർമൽ റേറ്റിനേക്കാളും താഴ്ന്നു പോവോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യുന്ന നോർമൽ ആകുന്ന ഒരു സ്റ്റേജില് ആർട്ടിഫിഷ്യലി ബ്രീത്തിങ് കൊടുക്കാൻ വേണ്ടുന്ന റിസൈറ്റേഷൻ കിറ്റ് കാണും. പിന്നെ നമ്മുടെ ബോഡിയിലേക്ക് എന്തെങ്കിലും ഫോറിൻ ഫ്ലൂയിഡ്സ്, അൺവാണ്ടഡ് ഫ്ലൂയിഡ് കടന്നിട്ടുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനുള്ള സക്ഷൻ മെഷീൻ ഉണ്ടാകും. ആവി പിടിക്കാൻ ആവശ്യമാണെങ്കിൽ നെബുലൈസർ ഉണ്ടാകും. പ്രഷർ ചെക്ക് ചെയ്യാൻ BP അപ്പാരറ്റസ്. ഓൾമോസ്റ്റ് മെയിൻ ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ടിംഗ് മെഷീൻസ് എല്ലാം ടൈപ്പ് ഡിയിലാണ്. ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു, നിങ്ങൾക്കൊരു സിറ്റുവേഷൻ തരുവാണ്, ഒരാള് വഴിയില് കാർഡിയക് അറസ്റ്റ് കൊണ്ട് കുഴഞ്ഞു വീണു, ഏത് ടൈപ്പ് ആംബുലൻസ് കോൾ ചെയ്യും? ഇതിൽ അതേ സെന്റൻസ് തന്നെ ക്വസ്റ്റ്യൻ വരണമെന്നില്ല. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ടൈപ്പ് ഡിന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ടൈപ്പ് ഡിന്ന് മാത്രം കൊടുക്കുന്നത് ഓപ്ഷനിലുണ്ടെങ്കിൽ അത് തന്നെയാണ് കറക്റ്റ് ഓഫ് ടൈപ്പ് ആൻസർ. അല്ലെങ്കിൽ ടൈപ്പ് ഡിന്ന് കൊടുക്കാതെ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് കൊടുത്താലും ആൻസർ ചെയ്യാൻ പറ്റണം. അതിന്റെ വേറെ രീതിയിലും പറയും കാർഡിയാക് കെയർ ആംബുലൻസ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരെ ഇങ്ങനെ ഒരു ആളിങ്ങനെ കുഴഞ്ഞു വീഴും, ഏത് ആംബുലൻസ് കോൾ ഫോർ ചെയ്യുന്ന രീതിയിൽ ലൈക്ക് അതുപോലെ ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു ഡയഗ്നോസ്റ്റിക് സെന്ററിലേക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് ഏത് ആംബുലൻസ് കോൾ ചെയ്യും, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ കറക്റ്റ് ക്ലിയർ ആവണം. അപ്പൊ തന്നെ ഓരോ ആംബുലൻസിന്റെ ഫങ്ഷൻസ് നമ്മൾ അതിനനുസരിച്ച് പഠിക്കണം. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് QA എക്യുപ്മെന്റ്സ് ആയിരുന്നു പറഞ്ഞത്. ഞാൻ ഇത് സ്ക്രോൾ ചെയ്യാത്തതിന് കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അപ്പം നിങ്ങളുടെ ഓർമ്മയിലുള്ളത് പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ആദ്യത്തെ ഒന്നും വെക്കാതിരുന്നത്. നെക്സ്റ്റ് നമ്മൾ എക്യുപ്മെന്റ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷെ നമുക്ക് ഒന്നുകൂടെ നോക്കാം. രാവിലെ ഇഷ്യൂ ആയിരുന്നില്ലേ ടെക്നിക്കൽ എക്യുപ്മെന്റ്സ്. നമുക്കറിയാം ആംബുലൻസിൽ പല ടൈപ്പ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉള്ള ആംബുലൻസ് വരെയുണ്ട്. മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാതെ പേഷ്യൻസിനെ ജസ്റ്റ് കൊണ്ടുപോകാൻ പറ്റുന്ന ആംബുലൻസും ഉണ്ട്, ഫുള്ളി എക്യുപ്പൈഡ് ആയിട്ടുള്ള ആംബുലൻസ് ഉണ്ട്. അങ്ങനെ ട്രീറ്റ്മെന്റ്, പേഷ്യന്റ് ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യാതെ തന്നെ അല്ലാതെ പല എക്യുപ്മെന്റ്സും ആംബുലൻസിൽ ഉണ്ടാവാറുണ്ട്. എക്സ്ട്രാ എക്യുപ്മെന്റ്സ് ഉണ്ടാകും, മെഡിക്കൽ ആയിട്ടുള്ളതല്ല, അല്ലാതെ എക്സ്ട്രാ എക്യുപ്മെന്റ്സ്. മെയിൻ ആയിട്ട് നമ്മൾ പറഞ്ഞു വന്നത്, നമ്മൾ ആദ്യം പറഞ്ഞത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ആയിരുന്നു പറഞ്ഞത്. അതായത് ആംബുലൻസിലെ സ്റ്റാഫിനും പേഷ്യന്റിനെ ഏത് ഹോസ്പിറ്റലിലേക്കാണോ ഷിഫ്റ്റ് ചെയ്യുന്നത് ആ ഹോസ്പിറ്റലിന് പേഷ്യന്റിനെ കെയർ കൊടുക്കുന്ന ഏതാണോ ഡോക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ, അവരെ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെത്തേഡ്സ്, എക്യുപ്മെന്റ്സ്
ആംബുലൻസിൽ ഉണ്ടായിരിക്കണം. അതിന്റെ ഫസ്റ്റ് വൺ ആയിരുന്നു ടു വേ റേഡിയോ. സ്റ്റാഫിന് ഇവിടെ നമ്മളോട് മെസ്സേജ് പാസ് ചെയ്യാം, അവിടെ നിന്ന് സ്റ്റാഫിന് ഇവിടേക്കും മെസ്സേജ് പാസ് ചെയ്യാം. പേഷ്യന്റ് അവിടെ എത്തുമ്പോഴേക്കും പേഷ്യന്റിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ആ ഹോസ്പിറ്റലിൽ റെഡി ആക്കിയിട്ടുണ്ടാകും. അപ്പൊ ടൈം ഡിലേ ഒന്നും കൂടാതെ പേഷ്യന്റിന് വേണ്ടുന്ന കെയർ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടാവും. മൊബൈൽ ഡേറ്റ ടെർമിനൽ. ഇതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ചില ഹോസ്പിറ്റലുകൾക്ക് അവരുടേതായ ചില ആപ്പുകൾ ഉണ്ടാവും അവരുടെ മീറ്റിംഗ്സ് നടത്താനും ഒക്കെ. ഓൺ ഡ്യൂട്ടിയിലായിരിക്കുമ്പോഴും എല്ലാം ഈ ആപ്പ് അവർ ഇനേബിൾ ആക്കിയിടും. പെട്ടെന്ന് ഒരു മെസ്സേജ് പാസ് ചെയ്യുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ അവരുടെ ശ്രദ്ധയിൽ അത് പെടും. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ കൊടുക്കാനായിട്ട് ഓരോ ഹോസ്പിറ്റലുകൾക്കും അവരുടെ, ഹോസ്പിറ്റൽ മാത്രമല്ല ചില ഓഫീസുകൾക്കും അങ്ങനെ കാണും. ഈ നെക്സ്റ്റ് മൊബൈൽ ഡേറ്റ ടെർമിനൽ ആണ് നെക്സ്റ്റ് വരുന്നത്. ചില ആംബുലൻസിന് സം ആംബുലൻസിനെ പറഞ്ഞിട്ടുള്ളൂ, എല്ലാത്തിലും വേണമെന്നില്ല. മൊബൈൽ ഡേറ്റ ടെർമിനൽസ് ഉണ്ടാവും, MDIs. അത് വിത്തൗട്ട് വയർ ഇല്ലാത്ത വയർലെസ് നെറ്റ്വർക്ക് ആണ്. ഒരു സെൻട്രൽ കമ്പ്യൂട്ടറുമായിട്ട് ഒരു ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്ന പോലെ ലാനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഒരു കൺട്രോൾ സെന്റർ എവിടെയാണോ അവിടെയുള്ള കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇത് ടു വേ റേഡിയോടൊപ്പം തന്നെ, ടു വേ റേഡിയോ ഉണ്ടാവും ആ ആംബുലൻസ്, അതിനൊപ്പം തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് ഇതുപോലെ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേഷന്റെ കുറവുണ്ട് പേഷ്യന്റ് കെയറിൽ ബുദ്ധിമുട്ട് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ടു വേ റേഡിയോ മൊബൈൽ ഡേറ്റ ടെർമിനൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് CCTV ആയിരുന്നു. നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ CCTVയുടെ ഇമ്പോർട്ടൻസ്. എന്തൊരു ക്രൈം അല്ലെങ്കിൽ എന്തൊരു ഡിസ്പ്യൂട്ട് നടന്നാലും അതിന്റെ CCTV പരിശോധിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് എവിഡൻസ് കിട്ടും. അത് കോർട്ടൊക്കെ അംഗീകരിച്ചിട്ടുള്ള നല്ല എവിഡൻസ് ആണ്, പ്രൈം എവിഡൻസ് തന്നെയാണ് CCTVയിലുള്ള വീഡിയോയും ഓഡിയോയും. ഇവിടെയുള്ളത് CCTV ആംബുലൻസിനകത്തും വെക്കാറുണ്ട്, പുറത്തും വെക്കാറുണ്ട്. പുറത്തെന്തിനാ വെക്കുന്നത്? ആരെങ്കിലും പുറത്തുള്ള ഔട്ട്സൈഡേഴ്സ് ആംബുലൻസ് ക്രൂവിനെ ആക്രമിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള പ്രൂഫ് കിട്ടാൻ വേണ്ടിയിട്ട്. അകത്ത് വെച്ച് കഴിഞ്ഞാൽ ക്രൂ അഥവാ റഫായിട്ടോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് എന്തെങ്കിലും തെറ്റായ രീതിയിലുള്ള പെരുമാറ്റങ്ങൾ ക്രൂവിന്റെ ഭാഗത്ത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനും പേഷ്യന്റിനെ മോണിറ്റർ ചെയ്യാനും CCTV ഹെൽപ്ഫുൾ ആണ്. ഇനി ആംബുലൻസിനകത്ത് നമ്മൾ പറഞ്ഞു ടെയിൽ ലിഫ്റ്റ് ഓർ റാമ്പ്, നമുക്ക് പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കാനായിട്ട്. ഈവൻ ഇപ്പം ലിവിംഗ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് തന്നെ ബോഡി മൂവ് ഒക്കെ ചെയ്യാൻ പേഷ്യന്റ് ആണെങ്കിൽ പേഷ്യന്റ് തന്നെ കുറച്ച് സപ്പോർട്ട് ചെയ്യും. പക്ഷെ അങ്ങനെ പാരലൈസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ്, വണ്ണമുള്ള പേഷ്യൻസ്, അവരെയൊക്കെ മൂവ് ചെയ്യാൻ ഒരാൾക്ക് എടുത്തു പൊക്കാവുന്ന ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ടെയിൽ ലിഫ്റ്റും റാമ്പും എല്ലാം യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡെത്ത് ആയിട്ടുള്ള ഒരു പേഴ്സണെ കൊണ്ടുപോകണം, ആംബുലൻസിന് കീഴിൽ കൊണ്ടുപോകണമെങ്കിൽ ഇതുപോലെ തന്നെ റാമ്പും റാമ്പ് അല്ലെങ്കിൽ ടെയിൽ ലിഫ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ആളെ മൂവ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത്. നെക്സ്റ്റ് ട്രോമ ലൈറ്റിംഗ്. ചില പേഷ്യൻസ് ഭയങ്കര ഫോട്ടോ സെൻസിറ്റീവ് ആയിരിക്കും. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈറ്റ് ആണ്, ലൈറ്റിന് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ലൈറ്റിംഗ് ആയിരിക്കും ആംബുലൻസിന് ഉണ്ടാകാറ്. ബ്ലൂവോ റെഡോ ആ രീതിയിൽ സ്പെഷ്യൽ ലൈറ്റിംഗ് ആയിരിക്കും പേഷ്യൻസ് ഉണ്ടാകും. സൈക്യാട്രിക് ആംബുലൻസ് നമുക്കില്ലേ, സൈക്യാട്രിക് പേഷ്യൻസിന് ചില ലൈറ്റുകളോട് ഭയങ്കര ചിലപ്പോൾ വയലന്റ് ആവും ചില ലൈറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പൊ അതുകൊണ്ട് സ്പെഷ്യൽ രീതിയിലുള്ള ലൈറ്റിംഗ് ഫെസിലിറ്റിയാണ് ആംബുലൻസിൽ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് എയർ കണ്ടീഷൻ. ആംബുലൻസിന്റെ ടെമ്പറേച്ചർ ഒരു സൂട്ടബിൾ ടെമ്പറേച്ചർ ആയിട്ട് കീപ്പ് ചെയ്യണം. അത് പേഷ്യൻസിന് വേണ്ടിയിട്ടാണ്. അത് കൂടാതെ തന്നെ പുറത്തു നിന്നുള്ള ഇൻഫെക്ഷൻ വരാതിരിക്കാൻ ഇങ്ങനെ ഒരു ടെമ്പറേച്ചർ, സൂട്ടബിൾ ടെമ്പറേച്ചർ കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിന് വേണ്ടിയിട്ട് ആംബുലൻസ് എയർ കണ്ടീഷൻ ചെയ്യുന്നതും ആയിരിക്കും. പിന്നെ ഡേറ്റ റെക്കോർഡ്സ്. ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രെയിൻ ലിഫ്റ്റും റാമ്പും ഒക്കെ നമുക്ക് കാണാം. ഇതിങ്ങനെ സ്ലൈഡ് ചെയ്ത് നമുക്ക് വെക്കാം. സ്ലാൻഡിങ് ആയിട്ട് സ്ലാൻഡിങ് ഒരു പോർഷൻ ഉണ്ട്. പെട്ടെന്ന് തന്നെ ഈ റൂമിൽ നിന്ന് സ്ട്രെച്ചറിൽ കൊണ്ടിരുന്ന പേഷ്യൻസിനെ ഇതിലേക്ക് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് വലിച്ചു കഴിയുമ്പോഴേക്കും അത് അങ്ങോട്ട് നേരെ അങ്ങോട്ടായിട്ട് ഇടാം. അല്ലെങ്കിൽ രണ്ട് പേര് ചേർന്ന് ഒരു ബോഡി പൊക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അങ്ങനെ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഇത് കണ്ടോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു പിക്ചർ കണ്ടു കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ മൂവ് ചെയ്ത് മാറ്റിയിട്ടെന്നൊക്കെ കാണാം. പേഷ്യൻസിനെ ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് പല സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്.
നെക്സ്റ്റ് ഡേറ്റ റെക്കോർഡ്സ്. ഡേറ്റ റെക്കോർഡ്സ് ടാക്സി ഓടിക്കുന്ന ഡ്രൈവേഴ്സ് ഒക്കെ സാധാരണ അവർ പോയ ദൂരം, എത്ര ഫ്യൂവല്, ടൈം ഏതായിരുന്നു, ഏത് ടൈമിൽ എത്തി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എഴുതുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ അതുപോലെ വണ്ടിയുടെ സർവീസ് എന്താണ് നടത്തിയത്, പൊല്യൂഷൻ ടെസ്റ്റ് നടത്തിയ ഡേറ്റ്, അതിന്റെ ഡീറ്റെയിൽസ് ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കും. ഈ ഡേറ്റ റെക്കോർഡ്സിലും അങ്ങനെ തന്നെയാണ് ആംബുലൻസിന്റെ. കാരണം എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് തന്നെ ഓടിക്കേണ്ട വണ്ടിയാണ്. അപ്പൊ ആ വണ്ടി നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യണം. അതിൽ എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്ത് എന്തെങ്കിലും റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യണം, റിപ്പയർ ചെയ്യണമെങ്കിൽ റിപ്പയർ ചെയ്യണം. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും, സീറ്റ് ബെൽറ്റ്, അതിന്റെ കാര്യങ്ങളും എല്ലാം, ലൈറ്റ്സും സൈറണും ഒക്കെ കറക്റ്റ് നോക്കണം. ആംബുലൻസിന്റെ ലൈറ്റും സൈറണും വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. നെക്സ്റ്റ്, ഓരോ കൺട്രിയിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റുമായിരിക്കും, ഓരോ കൺട്രി പല ടൈപ്പ് വാർണിംഗ് സൈൻ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ പൊതുവെ റെഡ് ക്രോസ് ആണ് ഉപയോഗിക്കുന്നത്, ചിലയിടത്ത് ക്രസന്റ്, റെഡ് ക്രസന്റ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ഓരോ കൺട്രീസും പല രീതിയിലുള്ളത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ആംബുലൻസിന്റെ കളർ പാറ്റേൺ, ഗ്രീൻ ആൻഡ് യെല്ലോ, ആ കളറിലുള്ള പാറ്റേൺ ആയിരിക്കും ആംബുലൻസ് വയ്ക്കും. അത് നമ്മൾ ഇതിനകത്ത് നമ്മൾ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു, പാറ്റേൺ ബർഗ് മാർക്കിംഗ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഒരു പാറ്റേൺ നല്ലപോലെ വിസിബിൾ ആകുന്ന രീതിയിലുള്ള ഒരു പാറ്റേൺ ആയിരിക്കും ഇത് ചെയ്യുന്നത്. പാറ്റേൺ ബർഗ് പാറ്റേൺ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഹൈ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പാറ്റേൺ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ പാറ്റേൺ ബർഗ് മാർക്കിങ്സിന് വിഷ്വൽ വാർണിങ്സും ഉണ്ട്, അതുപോലെ തന്നെ വേർഡ് യൂസ് ചെയ്തിട്ട് അത് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. വിഷ്വൽ വാർണിങ്സിന് പലപ്പോഴും വെഹിക്കിളിന്റെ ഡിസൈൻ ആയിരിക്കും വരുന്നത്. പിന്നെ ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺസ് ആയിരിക്കും യൂസ് ചെയ്യുക. അതായത് എത്ര തിരക്ക് പിടിച്ച വഴി കൂടെ വന്നാലും ആംബുലൻസ് പെട്ടെന്ന് വിസിബിൾ ആണ്, അതിന് വഴി ക്ലിയർ ആക്കി കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഹൈ കോൺട്രാസ്റ്റ് പാറ്റേൺസ് യൂസ് ചെയ്യും. പിന്നെ ഓൾഡർ ആംബുലൻസസ്, ഡെവലപ്പിംഗ് കൺട്രീസിൽ പണ്ട് അവരുടേതായ പാറ്റേൺ അതിന് പെയിന്റ് ചെയ്ത് വെക്കുമായിരുന്നു. പക്ഷെ മോഡേൺ ആയപ്പോൾ അങ്ങനത്തെ ഒരു റിഫ്ലക്റ്റീവ് ഡിസൈൻസ് യൂസ് ചെയ്യാൻ തുടങ്ങി. റിഫ്ലക്റ്റീവ് ഡിസൈൻസ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നു. ഏതെങ്കിലും മറ്റുള്ള വണ്ടികളുടെ ലൈറ്റ് അതിൽ വന്ന് തട്ടുമ്പോഴേക്കും ഇത് റിഫ്ലക്ട് ചെയ്യും. ആ രീതിയിലുള്ള പാസീവ് വിഷ്വൽ വാർണിങ്സ് ഇതിനകത്ത് കാണിക്കും. പാറ്റേൺസിനെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. മനസ്സിലായി? പിന്നെ അനദർ പാസീവ് മാർക്കിംഗ് എന്ന് പറയുന്നത് ഈ ആംബുലൻസ് എന്നുള്ള വേർഡ് അല്ലെങ്കിൽ ലോക്കൽ ലാംഗ്വേജിൽ, മലയാളമോ തമിഴോ എന്താണോ നാട്ടിലെ ലാംഗ്വേജ്, ആ ലാംഗ്വേജിൽ റിവേഴ്സ് ഓർഡറിൽ വെഹിക്കിളുടെ ആംബുലൻസിന്റെ ഫ്രണ്ടിൽ മുമ്പിൽ പോകുന്ന വണ്ടിയുടെ റിയർ വ്യൂ മിററിലൂടെ അത് കറക്റ്റ് ആംബുലൻസിന് റീഡ് ചെയ്യാനായിട്ട് പറ്റും. അവര് സൈഡ് കൊടുക്കുകയും ചെയ്യും. എമർജൻസി ടെലിഫോൺ നമ്പർ, ആംബുലൻസ് സർവീസിന്റെ എമർജൻസി ടെലിഫോൺ നമ്പർ, അതെല്ലാം ചെറുതായിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കും. പിന്നെ സിമ്പിൾ ഉണ്ടായിരിക്കും ആംബുലൻസിൽ. നമ്മള് വാർണിംഗ് സിമ്പിൾസും സയൻസും ഒക്കെ മുകളിൽ പറഞ്ഞിട്ടുള്ളൂ, പ്രസന്റും ക്ലോസും അങ്ങനെ ആംബുലൻസിന് ഒരു സിമ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നെക്സ്റ്റ്, ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സ്. സാധാരണ ആംബുലൻസ് ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്താ കേൾക്കാം? സൈറൻ കേൾക്കും. അതിന്റെ ഒപ്പം ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ, ഫ്ലാഷിംഗ് ലൈറ്റ്സും ഉണ്ടായിരിക്കും. യൂഷ്വലി വിഷ്വൽ സിഗ്നൽസ് വരുന്നത് ഫ്ലാഷിംഗ് ലൈറ്റ്, അതാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. ഫ്ലാഷ് ശരിക്കും പറഞ്ഞാൽ അട്രാക്ട് ചെയ്യാനാണ്, ബാക്കി റോഡ് യൂസ് ചെയ്യുന്നവരെല്ലാം അട്രാക്ട് ചെയ്യാം. അപ്പം വേറെ വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം ഒഴിഞ്ഞു കിടക്കും. അതുപോലെ തന്നെയല്ലേ ഫയർഫോഴ്സ് പോകുമ്പോഴും അവരുടെ മണിയടിച്ച് അങ്ങനെ പോകുമല്ലോ. മറ്റുള്ള വണ്ടിക്കാർക്കും മോട്ടോറിസ്റ്റുകൾക്കും അവർക്കൊരു വാർണിംഗ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. അവർ ആംബുലൻസ് വരുമ്പോഴേക്കും റോഡിന്റെ ഏതെങ്കിലും സൈഡിലേക്ക് ഒതുക്കി സ്റ്റോപ്പ് ചെയ്തിടും. ഇതാണ് ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് ഫ്ലാഷ് ലൈറ്റ്സ്, ആ ബീക്കൺ ഇങ്ങനെ ഫ്ലാഷ് ചെയ്തുകൊണ്ടിരിക്കും. ഫ്ലാഷിംഗ് ലൈറ്റ്സ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ തന്നെ മറ്റുള്ള റോഡിലുള്ള മറ്റു വാഹനങ്ങളെല്ലാം സൈഡ് കൊടുത്ത് ആംബുലൻസുകളുടെ വേ ക്രിയേറ്റ് ചെയ്യും. പിന്നെ കോമൺ കളേഴ്സ്, ഈ ബീക്കൺ, ഈ ലൈറ്റ് ഉണ്ടല്ലോ ഫ്ലാഷ് ചെയ്ത് പോകുന്ന ലൈറ്റ്, അതിന്റെ ആ വാർണിംഗ് ബീക്കൺസിന്റെ കോമൺ കളേഴ്സ് ബ്ലൂ ഉണ്ടാകും, റെഡ് ഉണ്ടാകും, അംബർ കളർ. അംബർ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രൗണിഷ് യെല്ലോ ആണ്, കംപ്ലീറ്റ് യെല്ലോ അല്ല, ഒരു ബ്രൗണിഷ് യെല്ലോ, അംബർ കളർ എന്ന് പറയുന്നത്. പിന്നെ വൈറ്റ് കളർ, ക്ലിയർ വൈറ്റ് കളർ, ഇങ്ങനെയുള്ള കളേഴ്സ് ആണ് യൂഷ്വൽ ആയിട്ട്. നമ്മൾ റെഡ് കോമൺ ആയിട്ട് എപ്പോഴും കാണാറുണ്ട്. ഞാൻ റെഡ് കണ്ടിട്ടുണ്ട്, അതുപോലെ ബ്ലൂ കണ്ടിട്ടുണ്ട്.
ഇനി ആംബർ കണ്ടിട്ടുണ്ട്, വൈറ്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ക്ലിയർ വൈറ്റ് പക്ഷെ മിൽക്ക് പോലെ ക്ലിയർ ആ ഒരു രീതിയിലുള്ള വൈറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കളർ കൺട്രിക്ക് അനുസരിച്ച് കളർ ഡിഫറെന്റ് ആയിരിക്കും, ഓരോ കൺട്രിക്കും അനുസരിച്ച് കളർ മാറിക്കും. ഈ ഫ്ലാഷിംഗ് എഫക്റ്റിന് വേണ്ടി പല ടെക്നോളജീസും ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. ഫ്ലാഷിംഗ് ലൈറ്റ് ബൾബ് അല്ലെങ്കിൽ LED യൂസ് ചെയ്യാം. LED ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റി ആയിരിക്കും. പിന്നെ ഫ്ലാഷിംഗ് ആയിരിക്കും, അതായത് ഇങ്ങനെ മിന്നിക്കൊണ്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ കറങ്ങുന്നതായിരിക്കാം, റൊട്ടേറ്റിംഗ് ടൈപ്പ് ഹാലജൻ ബൾബ് ആയിരിക്കും. അങ്ങനെ പല ടൈപ്പ് ബൾബ്, പല സ്ട്രോബ് ലൈറ്റ്സ് ഇതൊക്കെ ആയിരിക്കും. സാധാരണയുള്ള ഇൻകാൻഡസെന്റ് ലാമ്പുകളെക്കാളും നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന ലാമ്പുകളെക്കാളും കുറെ കൂടി ബ്രൈറ്റർ ആയിരിക്കും ഇതിന് യൂസ് ചെയ്യുന്ന ബീക്കേഴ്സ്. അത് ഫ്ലാഷ് ചെയ്യുന്നതുണ്ട്, ഇങ്ങനെ ഓൺ ഓഫ് ഇങ്ങനെ ആ രീതിയിൽ മിന്നിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. സാധാരണയുള്ള കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലൂ, റെഡ്, ആംബർ എന്ന് പറഞ്ഞാൽ ബ്രൗണിഷ് യെല്ലോ കളറാണ്. പിന്നെ വൈറ്റ്, അത് ക്ലിയർ ആയിട്ടുള്ള വൈറ്റ്. കളേഴ്സ് കൺട്രിക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. പുതിയ ടെക്നോളജി അനുസരിച്ച് നല്ല ബ്രൈറ്റർ ആയിട്ടുള്ള LED ബൾബ് യൂസ് ചെയ്യാറുണ്ട്, ഹാലജൻ ബൾബ് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള പല ടൈപ്പ് ബൾബ് യൂസ് ചെയ്യും. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഇൻകാൻഡസെന്റ് ലാമ്പിനേക്കാൾ. പിന്നെ സേഫ്റ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ശരിക്കും ആംബുലൻസ് നല്ല സ്പീഡിലായിരിക്കും അല്ലെ വരുന്നത്. സാധാരണ വണ്ടികൾക്ക് റോഡിൽ പറഞ്ഞിരിക്കുന്ന സ്പീഡ് ലിമിറ്റിനേക്കാളും കൂടിയ സ്പീഡ്, മാക്സിമം എത്ര സ്പീഡ് എടുക്കാമോ അത്രയും സ്പീഡ് എടുത്തായിരിക്കും അവർ വരുന്നത്. അപ്പൊ സേഫ്റ്റി, ആംബുലൻസ് കാരണം ആക്സിഡന്റ് ഉണ്ടാവരുത്. സേഫ്റ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ശരിക്കും കവറേജ് ഉണ്ടായിരിക്കണം. അതായത് ഈ ചുറ്റുമുള്ള മറ്റു യാത്രക്കാർക്കും റോഡ് യൂസേഴ്സ് 360 ഡിഗ്രി ആംഗിളിൽ തന്നെ ആംബുലൻസ് വരുന്ന വഴിയിൽ ചുറ്റുമുള്ളവർക്കും മനസ്സിലാവണം ആംബുലൻസ് വരുന്ന ആ രീതിയിലുള്ള വാണിംഗ് ആയിരിക്കണം ആംബുലൻസിൽ നിന്ന് വരുന്നത്. ലൈറ്റിന്റെ വിഷ്വൽ വാണിംഗ് ആണെങ്കിലും എഴുതി വെച്ചിരിക്കുന്നതാണെങ്കിലും എല്ലാം ആ രീതിയിൽ. പിന്നെ അതിന്റെ പാറ്റേൺ കണ്ടു കഴിഞ്ഞാൽ എല്ലാ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആംബുലൻസ് ആകുന്ന മനസ്സിലാകുന്ന രീതിയിൽ വേണം ആംബുലൻസ് ഡിസൈൻ ചെയ്യാൻ. അപ്പൊ ആ രീതിയിൽ വേണം ആംബുലൻസ്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ബീക്കൺ നമുക്ക് നല്ലപോലെ കാണാതിരിക്കും, ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിന്റെ പാറ്റേൺ ആയിരിക്കും കാണുന്നത്, ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ അതിനകത്ത് ആംബുലൻസ് വലിയ അക്ഷരത്തിൽ എഴുതിയിരിക്കുന്ന കാണാം. പിന്നെ ഇതിന്റെ അല്ലെങ്കിൽ സൗണ്ട് കേൾക്കാം, ഒരേ സൗണ്ട് കേൾക്കുമ്പോഴേ നമ്മൾ റെഡി ആവണം അതിന് വേണ്ടിയിട്ട് വഴി ശരിയാക്കാൻ. അപ്പൊ അതാണ് സേഫ്റ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് 360 കവറേജിൽ തന്നെ ഇതിന്റെ വാർണിംഗ്സ് എല്ലാം ക്ലിയർ ആയിട്ട് കാണും. നമ്മള് വിഷ്വൽ വാർണിംഗ്സ് ആയിരുന്നു പറഞ്ഞത് അല്ലെ. വിഷ്വൽ വാർണിംഗ്സ് നമ്മൾ എന്ത് പറഞ്ഞു? ഫ്ലാഷിംഗ് ലൈറ്റ്സ് പറഞ്ഞു, അതുപോലെ ആക്റ്റീവ് വിഷ്വൽ വാർണിംഗ്, അതില് ഫ്ലാഷിംഗ് ലൈറ്റ്സിന്റെ ഷേപ്പ്, ബാക്കിയുള്ള റോഡ് യൂസേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം അത്. പിന്നെ അതിന് യൂസ് ചെയ്യുന്ന കളർ, പിന്നെ ഫ്ലാഷിംഗ് ഉണ്ട്, അതുപോലെ തന്നെ റൊട്ടേറ്റിംഗ് ഉണ്ട്. പിന്നെ പുതിയ ടെക്നോളജീസ് വന്നപ്പോൾ കുറെ കൂടെ ബ്രൈറ്റർ ആയ LED ബൾബ് പോലുള്ളതൊക്കെ യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി, ഹാലജൻ ബൾബ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ സേഫ്റ്റി ഇൻക്രീസ് ചെയ്യാൻ 360 കവറേജ് എല്ലാം, അതായത് ആംബുലൻസിന്റെ ആ ഒരു 360 ഡിഗ്രിയിലുള്ള എല്ലാ റോഡ് യൂസേഴ്സിനും ആംബുലൻസ് കാണാവുന്ന രീതിയിൽ വേണം വിഷ്വൽ വാർണിംഗ്സ് നമ്മൾ പറഞ്ഞു. ഓഡിബിൾ വാണിംഗ്, ശബ്ദത്തിൽ നിന്ന് കിട്ടുന്ന വാണിംഗ്. സൈറൻ മുഴക്കിയായിരിക്കും ആംബുലൻസ് പോകുന്നത് അല്ലേ. ഓഡിബിൾ വാണിംഗ്. ബിസൈഡ്സ് വിഷ്വൽ വാർണിംഗ്സ് കൂടാതെ ഓഡിബിൾ വാണിംഗ്, ഓഡിബിൾ വാർണിംഗ്സ് ഉണ്ടാവും. ചില സമയത്ത് സൈറൻസ് ആയിരിക്കും, അത് ആളുകളെ അലേർട്ട് ആക്കും. ആംബുലൻസ് വരുന്നുണ്ട്, വെഹിക്കിൾസിന് ആ സമയത്ത് ഒരു സൈഡിലേക്ക് നീങ്ങി നിൽക്കാനായിട്ട് പറ്റും. ആദ്യകാലങ്ങളിലൊക്കെ ഒരു മെക്കാനിക്കൽ ബെല്ലായിരുന്നു. ഫയർ എഞ്ചിനൊക്കെ പോകുന്ന ബെല്ലടിക്കുന്ന പോലെ ഒരു മെക്കാനിക്കൽ ബെൽസ് ആയിരുന്നു ഈ ആംബുലൻസിന്റെ റൂഫില് ഇൻ ഫ്രണ്ട് ഓഫ് ദ ആംബുലൻസ്. അപ്പൊ ഒരു ഒരാള് നിന്ന് ആ ബെല്ലടിക്കുമായിരുന്നു ആദ്യകാലങ്ങളിൽ. പിന്നെയാണ് അത് സൈറണിലേക്ക് മാറിയത്. അപ്പൊ അവർക്ക് ആ സ്വിച്ച് പ്രസ് ചെയ്താൽ മതി, ഓട്ടോമാറ്റിക് അത് സൈറൺ അങ്ങ് ഓൺ ആയിക്കോളും, ഓണൊക്കെ അടിക്കുന്ന പോലെ തന്നെ. Most modern ambulances are now equipped with the electronic sirens. Electronic sirens which produce a range of different noises. നമ്മള് ചില സമയത്ത് നമ്മുടെ വീടുകളിൽ കോളിംഗ് ബെൽ വെക്കില്ലേ, ഒരു പ്രാവശ്യമുള്ള മ്യൂസിക് ആയിരിക്കില്ല, നെക്സ്റ്റ് ടൈം 12 ടൈപ്പ് ഓഫ് മ്യൂസിക്സ് ഉള്ള ഒരു എന്താ പറയാ
ബെല്ലുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സൈറൻസ് ഉണ്ടാകും. വേരിയസ് റേഞ്ച് ഓഫ് ഡിഫറെന്റ് നോയിസസ് ഉണ്ടാകും. Ambulance operators can use to attract more attention to themselves. അപ്പൊ ആളുകൾ കൂടുതൽ അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അവര് പെരുമാറും. ബാക്കിയുള്ള റോഡ് യൂസേഴ്സ് ഹെവി ട്രാഫിക്കിലൂടെയൊക്കെ പോകുമ്പോൾ ഈ ഒരു ഡിഫറെന്റ് വോയിസ്, ഡിഫറെന്റ് റേഞ്ചിലുള്ള നോയിസസ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഒരു ന്യൂ ഡെവലപ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട് RDS, റേഡിയോ ഡേറ്റ സിസ്റ്റം. കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് ആണത്. ഇൻഫർമേഷൻസ് പാസ് ചെയ്യാനുള്ള ഒരു RDS സിസ്റ്റം യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആംബുലൻസ് ഇസ് എക്വിപ്ഡ് വിത്ത് എ ഷോർട്ട് റേഞ്ച് FM ട്രാൻസ്മിറ്റർ ഉണ്ടാവും, വിച്ച് കോമ്പിനേറ്റ്സ് റേഡിയോ ഓഫ് ഓൾ കാർസ് വിത്തിൻ റേഞ്ച്. ചിലയിടങ്ങളിൽ കാണാം, അതായത് ഇപ്പോൾ ആംബുലൻസ് വരുവാണെങ്കിൽ മെസ്സേജ് ത്രൂ ദിസ് FM ട്രാൻസ്മിറ്റർ. അപ്പൊ അടുത്തൂടെ പോകുന്ന ഈ സിഗ്നൽ റിസീവ് ചെയ്യുന്ന വേറെ കാറിലുള്ളവർക്ക് ഈ മെസ്സേജ് കിട്ടും. ഇത്ര ദൂരെ നിന്നും ഒരു ആംബുലൻസ് വരുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു മെസ്സേജ് കിട്ടും. അപ്പൊ നമുക്ക് കുറെ ഓപ്ഷൻസ് ഇപ്പൊ ഉണ്ടല്ലേ. നമുക്ക് GPS ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് വഴിയിലാണ് പോകുന്നത്, ആ വഴിയിലെ ട്രാഫിക് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെക്ക് ചെയ്ത് ആ വഴി എടുക്കണോ, അതിന് പകരം വേറെ വഴി എടുക്കണോ, ട്രാഫിക് കുറഞ്ഞ വഴി നമ്മൾ തിരിച്ചു, കുറെ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് ഉണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഇതിലും കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ് ആയ ഒരു RDS, റേഡിയോ ഡേറ്റ സിസ്റ്റം ഈ ആംബുലൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്. അത് കൂടാതെ FM ട്രാൻസ്മിറ്റർ ഉണ്ട്. ഇതിലൂടെ മെസ്സേജസ് പാസ് ചെയ്യാം. ഈ ട്രാൻസ്മിറ്ററിന്റെ അതേ ഫ്രീക്വൻസി റിസീവ് ചെയ്യുന്ന മറ്റുള്ള വെഹിക്കിൾസ് ഉണ്ടെങ്കിൽ അവർക്ക് മെസ്സേജ് കിട്ടും, ഇങ്ങനെ വണ്ടി പുറകെ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിലോ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിയറസ്റ്റ് ഹോസ്പിറ്റലുകൾ ഉണ്ടെങ്കിൽ എല്ലായിടത്തേക്കും ഈ ട്രാൻസ്മിറ്റർ കൂടെ മെസ്സേജ് കിട്ടും. പോസ്റ്റ് നെക്സ്റ്റ് ഇതിന്റെ ചെലവ്. നമ്മള് വിഷ്വൽ വാർണിംഗ് പറഞ്ഞു, ഓഡിബിൾ വാർണിംഗ് പറഞ്ഞു. ഓഡിബിൾ വാർണിംഗ് ആദ്യകാലങ്ങളിൽ ഒരു മെക്കാനിക്കൽ ബെല്ലായിരുന്നു. പിന്നെ അതിപ്പോ അത് ആംബുലൻസിന്റെ ടോപ്പ് ഫ്രണ്ട് റൂഫിലായിരിക്കും ഇങ്ങനെ മൗണ്ട് ചെയ്ത് വെക്കുന്നത്. പിന്നെ അത് സൈറൻ ആയി മാറി. ഇപ്പൊ ഇലക്ട്രോണിക് സൈറൻസ് ഉണ്ട്. പല പല വേരിയസ് ഡിഫറെന്റ് വോയിസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നോയ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രോണിക് സൈറൻ ഉണ്ട്. പിന്നെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് റേഡിയോ ഡേറ്റ സിസ്റ്റം ഉണ്ട്, FM ട്രാൻസ്മിറ്റർ ഉണ്ട്. ത്രൂ ദാറ്റ് അതിലൂടെ അവർക്ക് മെസ്സേജ് പാസ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് ആംബുലൻസിന്റെ കോസ്റ്റ് ആണ്. നമുക്കറിയാം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ആംബുലൻസ് ഉണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലും ആംബുലൻസ് ഉണ്ട്, ചില ട്രസ്റ്റുകൾക്ക് ആംബുലൻസ് ഉണ്ട്, ചില പള്ളി വക ആംബുലൻസ്, അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ. അപ്പൊ അങ്ങനെ ഓരോന്നിനും അവരുടേതായ രീതിയിലുള്ള ഒരു കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, പ്രൈവറ്റ് ഓൺ ചെയ്യുന്ന ആംബുലൻസ് ഉണ്ട്, ഗവൺമെന്റിന്റെ ഉണ്ട്, ട്രസ്റ്റുകളുടെ ഉണ്ട്, അങ്ങനെയൊക്കെ ഓരോന്നും കോസ്റ്റ് ഓരോന്നിനും ഡിഫറെന്റ് ആയിരിക്കും. ആർക്കാണോ ഇപ്പൊ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ആർക്കാണോ കൊടുക്കേണ്ടത്, ആരാണോ പേ ചെയ്യേണ്ടത്, അതിനനുസരിച്ച് ഇപ്പൊ കുറച്ച് ഫിനാൻഷ്യലി ഒക്കെ കുറച്ച് വരുമാനം കുറവുള്ള ഒരു വ്യക്തികൾക്കാണ് എന്തെങ്കിലും ആംബുലൻസിന്റെ ഒരു എമർജൻസി വേണ്ടി വന്നത്, അപ്പൊ അവരുടെ അതിനനുസരിച്ചൊരു പേയ്മെന്റ്. അപ്പൊ ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ആണെങ്കിൽ വളരെ ലോ ആയിരിക്കും, പ്രൈവറ്റ് ചിലപ്പോൾ ഫ്രീ ആയിരിക്കും. പ്രൈവറ്റ് ഫണ്ടഡ് സർവീസ് ആണെങ്കിൽ അവർക്കൊരു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉണ്ടാകും, പിന്നെ ഒരു മാനുഷിക പരിഗണന അങ്ങനെ വെച്ചിട്ട് ചിലപ്പോൾ അവര് അത് കുറച്ചു കൊടുക്കും. നമുക്കത് ഓരോന്ന് വരുന്നത് നോക്കാം. ഗവൺമെന്റ് ഫണ്ടഡ് സർവീസ് ആണ് ഫസ്റ്റ് വൺ. The full or the majority part of the cost of transport by ambulance is borne by the local, regional or national government through their ordinary taxation. ഇതിനുണ്ടാകുന്ന കോസ്റ്റ്, ഗവൺമെന്റ് ഫണ്ടഡ് സർവീസിന്റെ കോസ്റ്റ് ബിയർ ചെയ്യുന്നത് ലോക്കൽ അതോറിറ്റി, നമ്മുടെ പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, അല്ലെങ്കിൽ കോർപ്പറേഷൻ, അല്ലെങ്കിൽ ആ ഒരു റീജിയണൽ അതോറിറ്റി, നാഷണൽ ഗവൺമെന്റ്, അങ്ങനെ ആ ഒരു രീതിയിൽ ആ കോസ്റ്റ് ബെയർ ചെയ്യുന്നത് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളവരായിരിക്കും. പിന്നെ പ്രൈവറ്റ്ലി ഫണ്ടഡ് സർവീസ്, കോസ്റ്റ് ഓഫ് ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഷുഡ് ബി ബൈ themselves or through their insurance company. പ്രൈവറ്റ് ഫണ്ടഡ് സർവീസ് ആകുമ്പോൾ അതിന്റെ കോസ്റ്റ് അവർക്കൊരു പർട്ടിക്കുലർ കോസ്റ്റ് ഉണ്ടാവും. കോസ്റ്റ് അങ്ങനെ തന്നെ നമ്മൾ പേ ചെയ്യേണ്ടത് വരും. പിന്നെ നമുക്ക് എന്തെങ്കിലും റിഡക്ഷൻ എന്തെങ്കിലും കിട്ടിയാലും അത് പേ ചെയ്യണം. ഷുഡ് ബൈ themselves or through their insurance company. അല്ലെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. എനിക്കിപ്പോ ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നു, ഞാൻ അവിടെ ചെയ്തു, അപ്പൊ അതിന്റെ കൂടെ തന്നെ എനിക്ക് ആംബുലൻസ് ആവശ്യം വന്നു, ഒരു സ്കാൻ ചെയ്യാൻ വേറെ സെന്ററിലേക്ക് പോകേണ്ടത്. ആ കോസ്റ്റ് മെഡിക്കൽ
ആ മെഡിക്കൽ ചെലവ് അത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻഷുറൻസ് കമ്പനി അത് ബെയർ ചെയ്യും. Charity funded service. Transport by ambulance may be given free of charge to patients by a charity, although contributions may be sought for services received. Charity funded service കുറച്ച് സാധുക്കളായിട്ടുള്ളവർക്ക് അവർക്കെല്ലാം ഇത് ഫ്രീ ഓഫ് ചാർജ് ആയിട്ട് കൊടുക്കും. പിന്നെ ആരെങ്കിലും ഈ ട്രസ്റ്റിനെ ഈ ഓർഗനൈസേഷന് ചില കോൺട്രിബ്യൂഷൻസ് കൊടുത്ത് സഹായിക്കും. അതിലൂടെയായിരിക്കും ഈ ചാരിറ്റി ഫണ്ടഡ് സർവീസസ് വർക്ക് ചെയ്യുക. അത് പേഷ്യൻസിന് ഫ്രീ ഓഫ് സർവീസ് ആയിരിക്കും. പിന്നെ ചിലപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ വെക്കും, ഇത്ര വരുമാനം എത്ര കുറവുള്ളവർക്കാണ് ഇതിന്റെ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആകുള്ളൂ, അല്ലെങ്കിൽ എല്ലാവരും യൂസ് ചെയ്യും. നെക്സ്റ്റ് ഹോസ്പിറ്റൽ ഫണ്ടഡ് സർവീസസ്. ഹോസ്പിറ്റലിന് സ്വന്തമായിട്ടുള്ള ആംബുലൻസ്. ഹോസ്പിറ്റൽസ് മേ പ്രൊവൈഡ് ദ ആംബുലൻസ് ട്രാൻസ്പോർട്ട് ഫ്രീ ഓഫ് ചാർജ് ഓൺ ദ കണ്ടീഷൻ ദാറ്റ് പേഷ്യൻസ് യൂസിങ് ഹോസ്പിറ്റൽ സർവീസസ് which they may have to pay for. ഹോസ്പിറ്റലുകൾ ഫ്രീ ആയിട്ട് ആംബുലൻസ് കൊടുക്കും, പക്ഷേ ആ ഹോസ്പിറ്റലിലായിരിക്കണം ആ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്. അപ്പൊ പിന്നെ അവർ അതിനകത്ത് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ, അല്ലാതെ നമുക്ക് വേറൊരു ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ആവുമ്പോൾ അതിനവര് ചാർജ് ചെയ്യും. അപ്പൊ ആ ഹോസ്പിറ്റലിൽ തന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് നിൽക്കുന്ന സമയത്ത് നമുക്കൊരു ടെസ്റ്റ് ചെയ്യാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരിടത്തേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അതിനൊന്നും അവർ ചാർജ് ചെയ്യില്ല. അതൊക്കെ ആ ട്രീറ്റ്മെന്റിനകത്ത് തന്നെ ഉൾപ്പെടുത്തും. എമർജൻസി സർവീസസ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത്. എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ 108ലേക്ക് കോൾ ചെയ്യും. ബേസിക് ഇൻഫർമേഷൻ കോൾ ചെയ്യുന്ന ആളുടെ അടുത്തുനിന്ന് എന്താണ് ഇഷ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കളക്ട് ചെയ്ത് ആവശ്യമുള്ള അപ്പൊ തീരുമാനിക്കും ഏത് ടൈപ്പ് ആംബുലൻസ് കൊണ്ടുപോകണം. നമ്മളിപ്പോ കുറെ ടൈപ്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏത് ടൈപ്പാണ് കൊണ്ടുപോകുന്നത്, പേഷ്യന്റിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കി അതിന് അനുസരിച്ചുള്ള ആംബുലൻസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പ്രൈമറി ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ ദ കോൾ ഈസ് പ്ലേസ്ഡ് ഫ്രം. കോൾ എവിടെ നിന്നാണ് വന്നതെന്നുള്ളതാണ് ആദ്യം കളക്ട് ചെയ്യേണ്ട ഇൻഫർമേഷൻസ്. ഏത് ഡിസ്ട്രിക്ട് ആണ്, താലൂക്ക്, സിറ്റി, ടൗൺ, എക്സാക്ട് ലൊക്കേഷൻ, ലാൻഡ് മാർക്ക്, അങ്ങനെ എവിടെ നിന്നാണ് കോൾ വന്നതെന്ന് ആദ്യം കളക്ട് ചെയ്യും. എന്ത് എമർജൻസി ടൈം, നമ്പർ ഓഫ് പീപ്പിൾ ഇൻജേർഡ് ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് ദ ഇൻജേർഡ്. എത്ര ആളുകൾക്ക് പ്രശ്നം പറ്റി, എങ്ങനെയുള്ള മുറിവാണ്, ചിലരെ അൺകോൺഷ്യസ് ആയിട്ട് പോയിട്ടുണ്ടാവും ചിലര്. അപ്പൊ ആ രീതിയിൽ എത്രത്തോളമാണ് അവരുടെ ബുദ്ധിമുട്ട്, ഏതൊരു ലെവൽ വരെ ഉണ്ട്, അതിനനുസരിച്ചുള്ള ആംബുലൻസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കോള് വിളിച്ച ആളുടെ പേര്, കോണ്ടാക്ട് നമ്പർ, ലൊക്കേഷൻ അയക്കാൻ എളുപ്പമാണല്ലോ, ലൊക്കേഷൻ അയച്ചു കൊടുക്കാം. ഇഫ് ഗൈഡൻസ് ലൊക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ ലൊക്കേഷൻസ്. അപ്പൊ പ്രൈം ഇൻഫർമേഷൻസ് ആയിട്ട് കളക്ട് ചെയ്യുന്നത് ഇത്രയാണ്. ഇവിടെ നിന്ന് പോകുന്നത് ലൊക്കേഷൻ, ലാൻഡ്മാർക്ക്, കാര്യങ്ങള്, എങ്ങനത്തെ ടൈപ്പ്, എന്ത് എമർജൻസി ആണ്, തീപ്പൊള്ളലായിട്ടുള്ളതാണോ, അല്ലെങ്കിൽ റോഡ് ആക്സിഡന്റ്സ് ആണോ, ഇപ്പൊ മരത്തിൽ നിന്ന് വീണു, വീട്ടില് എന്തെങ്കിലും അപകടം പറ്റി, അങ്ങനെയൊക്കെയുള്ളതായിരിക്കും. എത്ര ആളുകൾക്ക് അപകടം ഉണ്ടായി, അത് ഏത് ടൈപ്പ് ഇഞ്ചുറി ആണ്, ആരെങ്കിലും കോൺഷ്യസ് ആണോ, അൺകോൺഷ്യസ് ആയോ, പ്രായമായത്, കുട്ടികൾ, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാം. പിന്നെ വിളിച്ച ആളുടെ പേരും കോണ്ടാക്ട് നമ്പറും ലൊക്കേഷൻ ഫോർ ഡീറ്റെയിൽസ്. പിന്നെ അവിടേക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് എത്തുക, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. എമർജൻസി ഹെൽപ്പ് സെൻഡ് ത്രൂ ദിസ് പ്രോസസ് ഈസ് എക്സ്പെക്ടഡ് ടു റീച്ച് ദ സൈറ്റ് ഓഫ് ദി എമർജൻസി ഇൻ ആൻ ആവറേജ് ഓഫ് 18 minutes. നമ്മൾ ഒത്തിരി ടെക്നോളജി ഒക്കെ ഇംപ്രൂവ് ആയി, മൊബൈൽ യൂസ് ചെയ്യാൻ ഒരുവിധം എല്ലാവർക്കും അറിയാം. നമ്മളിത് എന്തെങ്കിലും ഒരു എമർജൻസി നമുക്ക് ഒരു ആവശ്യം വേണം, നമ്മൾ എന്താ മൊബൈലിൽ ടൈപ്പ് ചെയ്യും. ഇപ്പം ഒരു മൂവിക്ക് പോകാനാണെങ്കിൽ തിയേറ്റർ നിയർ ടു മീ ടൈപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ വീടിന് ഏറ്റവും അടുത്തായിട്ട് ആ മൂവി കൊടുക്കുന്ന തിയേറ്റർ നൽകും. അതുപോലെ ആംബുലൻസ് നിയർ ടു മീ, അല്ലെങ്കിൽ ഏതെങ്കിലും വർക്ക്ഷോപ്പ് എന്തെങ്കിലും നമുക്ക് വേണം, അങ്ങനെയൊക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് കിട്ടും. അതുകൊണ്ട് ഒരു ആംബുലൻസ് കോൾ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഏറ്റവും അടുത്തുള്ള സ്ഥലത്ത് നിന്ന് കിട്ടുന്ന രീതിയിൽ തന്നെ നോക്കും. reach the site of the emergency in an average of 18 minutes. അങ്ങനെ ബുള്ളറ്റ് പോലെ ആംബുലൻസ് ഒക്കെ പോകുന്ന നമ്മൾ കാണാറില്ലേ, വിത്തിൻ 18 minutes ആ സ്ഥലത്ത് എത്തണം, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ കണ്ടീഷൻ മോശം. Free hospital care will be given to patients who are transported to the nearest hospital. ഇപ്പൊ ആംബുലൻസിനകത്ത് തന്നെ അവർക്ക് വേണ്ട ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ട് അവരെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യും, അവരെത്തിക്കും.
സർവീസ് ജനറലി ഫ്രീ ടു പേഷ്യൻസ്. ഇങ്ങനെ ഒരു എമർജൻസിയിൽ നമ്മൾ വിളിക്കുമ്പോൾ ആ ഒരു സർവീസ് നമുക്ക് ഫ്രീ ആയിരിക്കും. പിന്നെ 108 എന്നുള്ള നമ്പർ സാധാരണയായിട്ട് എമർജൻസി മാനേജ്മെന്റ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വരുന്നത്. 108 ഇത് മോർ ദാൻ ഒരു 10 സ്റ്റേറ്റ്സിൽ ഈ ഒരു നമ്പറായി യൂസ് ചെയ്യുന്നത്. ചില സ്റ്റേറ്റുകളിലെ നമ്പറിലെ വ്യത്യാസമുണ്ട്. 102 വരുന്നുണ്ട് നമ്മുടെ ഇവിടെ തന്നെ. ചിലയിടത്ത് 102 ജനറൽ ആയിട്ടുള്ള കേസസും 108 ഡെലിവറി പ്രഗ്നന്റ് അങ്ങനത്തെ കേസസ്, അങ്ങനെ ചില സ്ഥലങ്ങളിൽ ഓരോ കേസ് റിലേറ്റഡ് ആയിട്ട് ഈ നമ്പറിൽ മാറ്റമുണ്ട്, ഇൻക്രീസിലും മാറ്റമുണ്ട്. നമ്മളുടെ ഇന്ത്യയിലെ മോർ ദാൻ 10 സ്റ്റേറ്റ്സിന് 108 ആണ് യൂസ് ചെയ്യുന്നത്. During an emergency situation, to know what to do might save someone's life. ശരിക്കും പറഞ്ഞു ഒരാളുടെ ലൈഫിന് ത്രെട്ട് വരുമ്പോൾ പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷനിൽ അത് ലൈഫ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ആംബുലൻസ് സർവീസ് നമുക്ക് വേണ്ടത് അല്ലെ. ഒരു ആംബുലൻസ് വിളിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ അത് മാനേജ് ചെയ്യണം സിറ്റുവേഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ്. അതിന്റെ ടിപ്സ് ആണ് താഴെ പറയുന്നത്, സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബി കാം ആൻഡ് ടെൽ ദ എമർജൻസി ഓപ്പറേറ്ററെ വിളിച്ച് നമ്മൾ നല്ല ക്ലാരിറ്റിയോടുകൂടെ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ അയാൾക്ക് മനസ്സിലാവില്ല. അപ്പൊ തന്നെ സമയം കുറെ പോകുമ്പോൾ ടെക്സ്റ്റ് ആയിട്ട് പകുതി കാര്യങ്ങളെല്ലാം പറയും. ബി കാം ആൻഡ് ടെൽ ദ എമർജൻസി ഓപ്പറേറ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് ദ ടൈപ്പ് ഓഫ് എമർജൻസി. എമർജൻസിയുടെ ടൈപ്പ് കറക്റ്റ് ആയിട്ട് എമർജൻസി ഓപ്പറേറ്റർക്ക് പറഞ്ഞു കൊടുക്കണം. യു വിൽ ബി ഡിമാൻഡഡ് ടു ടെൽ ഹിം ഓർ ഹെർ ദ അഡ്രസ് ടു വെയർ ദ ആംബുലൻസ് ഷുഡ് റീച്ച്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, പ്രൈമറി ഇൻഫർമേഷൻസ്, എവിടെ എത്തണം, പിൻകോഡ് ഉൾപ്പെടെ പറയാം, അല്ലെങ്കിൽ ലൊക്കേഷൻ അയച്ചു കൊടുക്കാം. ഫോൺ നമ്പർ നമ്മൾ പറയേണ്ടതായിട്ട് വരും. പിന്നീട് എപ്പോഴെങ്കിലും വരുന്ന വഴിക്ക് കോൺടാക്ട് ചെയ്യേണ്ട വന്നാൽ ഓപ്പറേറ്റർക്ക് വഴി പറഞ്ഞു കൊടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം കോൺടാക്ട് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ ഫോൺ നമ്പർ ആദ്യം തന്നെ കൊടുക്കണം. പേഷ്യന്റിന് ഒരു പേഷ്യന്റിന്റെ കാര്യമാണെങ്കിൽ പേഷ്യന്റിന്റെ ഏജ് ചോദിക്കും, സെക്സ് ചോദിക്കും, എന്തെങ്കിലും മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ, ഓർമ്മ വരുന്നത്. നമ്മൾ വീട്ടിലാണ് ആർക്കും എന്തോ പറ്റി നമ്മൾ വിളിക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് വീട്ടിലുള്ള ആളുടെ ഹെൽത്ത് കണ്ടീഷൻ എല്ലാം നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് അതെല്ലാം പറഞ്ഞു കൊടുക്കാം. ദ ഓപ്പറേറ്റർ വിൽ ഓൾസോ നീഡ് ടു നോ ഇഫ് ദ പേഴ്സൺ ഈസ് ബ്ലീഡിംഗ്. ചിലപ്പോൾ ഓപ്പറേറ്റർ ചോദിക്കും പേഷ്യന്റിന് ബ്ലീഡിംഗ് ഉണ്ടോ, കോൺഷ്യസ് ആണോ, ബോധമുണ്ടോ, ചെസ്റ്റ് പെയിൻ ഉണ്ടോ, ബ്രീത്ത് ചെയ്യുന്നുണ്ടോ, ചിലപ്പോൾ വെള്ളം കുടിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ, ഉറക്കം വരുന്നുണ്ടോ, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളതിനൊക്കെ കറക്റ്റ് ആയിട്ട് മറുപടി പറയാം. പിന്നെ ഒരു പോയിന്റ് കൂടി ഉണ്ട്. പിന്നെ ഇഞ്ചുറി ഒക്കെ സംഭവിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണോ എമർജൻസി സിറ്റുവേഷൻ അതിനെപ്പറ്റി ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, ഇൻസിഡന്റ് ഉണ്ടാകാനുള്ള കാരണം, വീടിന്റെ സ്റ്റെപ്പിൽ ഉരുട്ട് വീണു, അപ്പൊ അങ്ങനെ എന്താണ് ഇൻസിഡന്റ് ഉണ്ടാകാനുള്ള കാരണം, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആയിട്ട് കൊടുക്കണം. പ്രൂവിങ് അടുത്ത ഡിഫറെന്റ് ലെവൽസ് ഓഫ് ക്വാളിഫിക്കേഷൻ. അതായത് ക്രൂ എന്ന് പറഞ്ഞാൽ സ്റ്റാഫിങ്. അടുത്ത സ്റ്റാഫിനെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത്, ആംബുലൻസിന്റെ ക്രൂവിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫോം ഓഫ് ക്വാളിഫിക്കേഷൻ ഉണ്ടാകും. പിന്നെ മോസ്റ്റ് ആംബുലൻസ് സർവീസസ് റിക്വയർ അറ്റ്ലീസ്റ്റ് 2 ക്രൂ മെമ്പേഴ്സ് എങ്കിലും കാണും ഒരു ആംബുലൻസ്. മിനിമം 2 ക്രൂ മെമ്പേഴ്സ് ആയിട്ട് ഒരാൾ ഡ്രൈവ് ചെയ്യുന്നു, ഒരാൾ പേഷ്യന്റിനെ അറ്റൻഡ് ചെയ്യുന്നു. പിന്നെ അത് കൂടാതെ എമർജൻസി സിറ്റുവേഷൻ ആണെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് കാര്യങ്ങൾ അറിയുന്ന ഒരു സ്റ്റാഫും ഉണ്ടായിരിക്കും. ഫസ്റ്റ് റെസ്പോണ്ടർ ഓരോരുത്തരായിട്ട് ആരാണ് കാര്യങ്ങൾ എന്തൊക്കെയാണ് നെക്സ്റ്റ് വരുന്നത്. ഫസ്റ്റ് റെസ്പോണ്ടർ എ പേഴ്സൺ ഹു റീച്ചസ് ഫസ്റ്റ് അറ്റ് ദ സീൻ ഓഫ് ആൻ ഇൻസിഡന്റ്. ഒരു ആക്സിഡന്റ് നടന്നുകൊണ്ടിരിക്കാം, അവിടെ ഏറ്റവും ആദ്യം എത്തുന്ന ആൾ, അതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. അപ്പൊ അവിടെ വരുമ്പോൾ ഈ പേഷ്യന്റിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ CPR കൊടുക്കണമെന്ന് വിചാരിച്ചു, കാർഡിയോ പൾമണറി റിസൈറ്റേഷൻ. CPR കൊടുക്കില്ല, 2 കൈ കൂടെ ഇങ്ങനെ വെച്ചിട്ട് ചെസ്റ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ പ്രസ് ചെയ്ത്. ഓർ അപ്ലൈയിങ് ആൻ ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡീഫിബ്രിലേറ്റർ. അതായത് നമ്മള് ഹാർട്ട് ബീറ്റ് നോർമൽ അല്ലെങ്കിൽ അതിനെ നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് ഡീഫിബ്രിലേറ്റർ യൂസ് ചെയ്യാം. ഇങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെ ചെസ്റ്റിൽ ഇങ്ങനെ വെക്കില്ല, പേഷ്യന്റിന്റെ ബോഡി മൊത്തം
ഷിവർ ചെയ്യുന്നില്ലേ, അതാണ് ഡീഫിബ്രിലേറ്റർ. ഫസ്റ്റ് റെസ്പോണ്ടേഴ്സ് മേ ബി സെൻഡ് ബൈ ദി ആംബുലൻസ് സർവീസ്. അവിടെയുള്ള ലോക്കൽസിന് ചെയ്യാൻ പറ്റില്ലല്ലോ ഈ കാര്യങ്ങളിൽ. CPR ചെയ്യാൻ അറിയുന്ന ആളായിരിക്കണം, ഡീഫിബ്രിലേറ്റർ യൂസ് ചെയ്യാൻ അറിയുന്ന ഒരാളായിരിക്കണം. അങ്ങനെയുള്ള ഒരാളായിരിക്കണം ഈ ആംബുലൻസ് സർവീസ് നമ്മൾ വിളിക്കുമ്പോൾ കോൾ ഫോർ ചെയ്യുമ്പോൾ ആ സൈറ്റിലേക്ക് എത്തുന്ന വ്യക്തിക്ക് ഇത് രണ്ടും ചെയ്യാൻ നോളജ് ഉണ്ടായിരിക്കണം. ചില സമയത്ത് അവരോട് പോകുന്ന വ്യക്തികൾ ആരെങ്കിലും ചെയ്യും, അവർക്കത് ചെയ്യാൻ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ ഇതുപോലുള്ള ആംബുലൻസിന് വരുന്ന റൂളിലുള്ള ആരെങ്കിലും വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ചിലപ്പോൾ പോലീസോ ഫയർ ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇവർക്കെല്ലാം ചിലപ്പോൾ CPR ചെയ്യാനായിട്ട് അറിയായിരിക്കും, ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട് അറിയായിരിക്കും. അപ്പൊ അതാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. അത് ആരും ആകാം, അതിലെ പാസ് ചെയ്യുന്ന ഒരാളാകാം, ആംബുലൻസ് സർവീസിലെ ഒരു ക്രൂ ആകാം, അല്ലെങ്കിൽ പോലീസ് ആകാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസിയിലുള്ള ആ സീനിലുള്ള വേറെ ഏതെങ്കിലും ഏജൻസിയിലുള്ള ആളാകാം. ചിലപ്പോൾ അതിനെ പാസ് ചെയ്യുന്ന ഒരു ഡോക്ടർ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ആകാം. ഫസ്റ്റ് ഈ പേഷ്യന്റിനെ കെയർ കൊടുക്കുന്ന ആളാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. നെക്സ്റ്റ് ആംബുലൻസ് ഡ്രൈവേഴ്സ്. ചില സമയത്ത് ആംബുലൻസ് ഡ്രൈവേഴ്സ് ആയിട്ട് എടുക്കുന്നവർക്ക് സിംപ്ലി ആ വെഹിക്കിൾ ഡ്രൈവ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ, ആ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് വേണമെങ്കിൽ ട്രെയിനിങ് കൊടുക്കാം. അതിനകത്ത് 2-way റേഡിയോ ഉണ്ടെന്ന് പറഞ്ഞു, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളത്. അത് യൂസ് ചെയ്യാനുള്ള ട്രെയിനിങ് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ആംബുലൻസിന് മെഡിക്കൽ സപ്ലൈസ് എല്ലാം എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാരണം ഒരു മെഡിക്കൽ സ്റ്റാഫ് അതിനകത്ത് കയറി കഴിഞ്ഞാൽ സ്റ്റാഫിന് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റണം എവിടെയാണ് അതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് ഈ ആംബുലൻസ് ഡ്രൈവർക്ക് കൊടുക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ നോൺ എമർജൻസി അറ്റൻഡന്റ്. തേർഡ് വൺ, ആദ്യം നമ്മൾ ഫസ്റ്റ് റെസ്പോണ്ടർ, അത് ആ സൈറ്റിൽ വരുന്ന കെയർ കൊടുക്കുന്ന ആരുമാകാന്ന് പറഞ്ഞു. അതിലെ പാസ് ചെയ്ത ആരുമാകാം, പോലീസ് ഉണ്ടെങ്കിൽ പോലീസ് ആകാം, ഫയർ ഫോഴ്സ് ഉണ്ടെങ്കിൽ അവരിൽ ആരെങ്കിലും ആകാം, അല്ലെങ്കിൽ ആംബുലൻസിന്റെ ക്രൂവിൽ ആരെങ്കിലും ആകാം. അങ്ങനെ ആരാണോ അവിടെ വന്ന് പേഷ്യന്റിന് കെയർ കൊടുക്കുന്നത് അവരാണ് ഫസ്റ്റ് റെസ്പോണ്ടർ. പിന്നെ ആംബുലൻസ് ഡ്രൈവർ ചിലപ്പോൾ ബേസിക് ക്വാളിഫിക്കേഷൻ മാത്രം, ജസ്റ്റ് ഡ്രൈവിംഗ് മാത്രം അറിയുന്നവരായിരിക്കാം. പക്ഷെ അവർക്ക് ട്രെയിനിങ് കൊടുക്കാം എങ്ങനെയാണ് അതിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ സ്റ്റോറിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, മെഡിക്കൽ സപ്ലൈസ് എന്തെല്ലാം ഉണ്ട്, അത് എവിടെയൊക്കെയാണെന്നുള്ളത് അതും മനസ്സിലാക്കി കൊടുക്കാം. നെക്സ്റ്റ് നോൺ എമർജൻസി അറ്റൻഡന്റ്. This role has different levels of training across the world. പല ലെവലിലുള്ള ട്രെയിനിങ് ആണ് ഈ നോൺ എമർജൻസി അറ്റൻഡന്റ് കൊടുക്കുന്നത്. But these tasks are commonly only needed to carry out patient transport duties, which can include സ്ട്രെച്ചർ ഓർ വീൽ ചെയർ കേസസ്. ഈ നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറഞ്ഞ പേഷ്യന്റിനെ ജസ്റ്റ് ക്യാരി ചെയ്യുന്ന ഡ്യൂട്ടി മാത്രം, അത് സ്ട്രെച്ചറിലാകാം വീൽ ചെയറിലാകാം, അത് മാത്രമാണ് ഇവർക്ക്. അക്യൂട്ട് കെയർ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനെയുള്ള ഡ്യൂട്ടീസ് ആണ്. എമർജൻസി അറ്റൻഡന്റ് ആണെങ്കിൽ ഈ പറയുന്ന പേഷ്യന്റ് കെയർ കൊടുക്കാൻ അറിഞ്ഞിരിക്കണം. ഏതൊരു എമർജൻസി സിറ്റുവേഷനിൽ എന്താണോ കെയർ കൊടുക്കേണ്ടത് അത് നല്ലപോലെ ട്രെയിൻഡ് ആയിരിക്കുന്നവരാണ് ഫോർത്ത് വൺ. രണ്ടും കൂടെ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യും. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ചെറിയൊരു ട്രെയിനിങ് ഒക്കെ അവർക്ക് കൊടുക്കും. ഇത് ഡീഫൈബ്രിലേറ്റർ, AED എന്ന് പറയുന്നത് ഓട്ടോമേറ്റഡ് എക്സ്റ്റൻഡ് ഡീഫൈബ്രിലേറ്റർ, അത് യൂസ് ചെയ്യാനും ഓക്സിജൻ തെറാപ്പി കൊടുക്കാനും, പിന്നെ ചില ലൈഫ് സേവിങ് അങ്ങനെയുള്ള എങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും രീതിയിൽ കൊളാപ്സ്ഡ് ആകാൻ പോകുവാണ് പേഷ്യന്റെങ്കിൽ അതിന് ലൈഫ് സേവ് ചെയ്യാനുള്ള ചില രീതിയിലുള്ള ട്രെയിനിങ് എല്ലാം കൊടുക്കാം. പിന്നെ പാലിയേറ്റീവ് സ്കിൽസ്, പേഷ്യന്റ് ഒപ്പം ഏറ്റവും വയ്യാതെ കിടക്കുകയാണെങ്കിൽ പേഷ്യന്റ് കൊടുക്കേണ്ട കെയർ എല്ലാം കൊടുക്കും. എമർജൻസി കവർ കൊടുക്കാം. വേറെ ആരും ഇല്ലെങ്കിൽ ഈ നോൺ എമർജൻസി അറ്റൻഡിന് ആ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റണം. അപ്പൊ ആ രീതിയിൽ അവർ ഫുള്ളി ക്വാളിഫൈഡ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ മെഡിക്കൽ രീതികൾ അറിയാവുന്ന ഏതെങ്കിലും പാരാമെഡിക്കും ആയിരിക്കണം, നേഴ്സ് ആയിരിക്കാം, നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. എമർജൻസി സിറ്റുവേഷൻ വന്നാൽ അവർക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റണം. അല്ലാത്ത കേസിൽ അവർ പേഷ്യന്റിനെ ജസ്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യൂ. എമർജൻസി കെയർ അസിസ്റ്റന്റ്. Frontline ambulance drivers who arrive at occurrences in both emergency and non-emergency situation. Their job is to help the technician. ഈ ആംബുലൻസ് ചെറിയ കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് ഉണ്ടാക്കും. ഡ്രൈവിംഗ് മാത്രമല്ല, അവർ ഈ ടെക്നീഷ്യനെ സഹായിക്കും. ചിലപ്പോൾ പേഷ്യൻസിന് ചില കാര്യങ്ങൾ ചെയ്യുന്നതിലും അതിലെല്ലാം ഇവരെ അസിസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഈ ആംബുലൻസിന്റെ ഡ്രൈവേഴ്സ് ഉണ്ടായിരിക്കും.
മെഡിക്കേഷൻസ് മരുന്ന് എന്തെങ്കിലും പെട്ടെന്ന് കൊടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്തെങ്കിലും ആള് ഭയങ്കര വീക്കായി പെടണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും സിമ്പിൾ ഒബ്സർവേഷൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ എമർജൻസി കെയർ അസിസ്റ്റന്റ് എമർജൻസി ചെയ്യുന്ന ആളെ അസിസ്റ്റ് ചെയ്യുന്നത് മോസ്റ്റ് പ്രോബബ്ലി ആംബുലൻസിലെ ഡ്രൈവേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ചെറിയ ട്രെയിനിങ്ങുകളെല്ലാം ഡ്രൈവർമാർക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കും. മിയർലി ഡ്രൈവിംഗ് മാത്രമായിരിക്കും. നെക്സ്റ്റ് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാള് എല്ലാ മെഡിക്കൽ സപ്പോർട്ടും മെഡിക്കൽ എക്യുപ്മെന്റ്സും നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യിക്കാനുള്ള നോളജ് ഉള്ള വ്യക്തി. ടെക്നീഷ്യൻസ് ആർ ജനറലി ഏബിൾ ടു ഡു എ വൈഡ് റേഞ്ച് ഓഫ് എമർജൻസി കെയർ സ്കിൽസ്. അതായത് CPR ചെയ്യാൻ അറിയണം, ഡീഫിബ്രിലേഷൻ ചെയ്യാൻ അറിയണം, പിന്നെ സ്പൈനൽ ഇമ്മൊബിലൈസേഷൻ, നെർവിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് അറിയണം, ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാനായിട്ട് അറിയണം, പിന്നെ സ്പ്രിന്റിംഗ് ഓഫ് സസ്പെക്ടഡ് ഫ്രാക്ചേഴ്സ്, എന്തെങ്കിലും ഫ്രാക്ചർ സംഭവിച്ചു അപ്പൊ അത് കൈക്ക് ഫ്രാക്ചർ ആണെന്ന് മനസ്സിലാക്കി പെട്ടെന്ന് തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബാൻഡേജ് ചെയ്യാനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അതൊക്കെ അറിയണം. പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യുക, ചില മെഡിക്കേഷൻസ് എടുക്കാനും പിന്നെ ഓക്സിജൻ എന്തെങ്കിലും കൊടുക്കും അങ്ങനെ എന്തെങ്കിലും തെറാപ്പി വേണ്ടി വരുവാണെങ്കിൽ അതിനെല്ലാം പേഷ്യന്റിനെ ഹെൽപ്പ് ചെയ്യാം. ചില കൺട്രീസ് ഇവരുടെ ലെവൽസ് പല രീതിയിൽ മാറ്റാറുണ്ട്. അതായത് എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻ EMI ബേസിക്, EMI ഇന്റർമീഡിയറ്റ് എന്നുള്ള രീതിയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ, ബേസിക് നോളജ് അറിയുന്നവർ വേണം, ചിലതിന് കുറച്ചുകൂടെ നോളജ് അറിയുന്നവർ വേണം. അപ്പൊ ചില കൺട്രീസ് ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതാണോ സിറ്റുവേഷൻ ആ കാറ്റഗറിയിലുള്ളവരെ ആ സിറ്റുവേഷനിലേക്ക് അയച്ചാൽ മതി. അങ്ങനെ US-ലൊക്കെ അങ്ങനെ categories ആണ് പറയുന്നത്. നെക്സ്റ്റ് രജിസ്റ്റേർഡ് നഴ്സ്. In certain systems, nurses are the principal providers of advanced level care on ambulances. ചില കേസസിൽ നഴ്സുമാരെ കൂടെ ആയിരിക്കും ആംബുലൻസ് വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. യൂഷ്വലി ഇൻ പ്ലേസ് ഓഫ് പാരാമെഡിക്സ്. സാധാരണയുള്ള ടെക്നീഷ്യൻസ് മീഡിയം ലൈഫ് കെയർ ഒക്കെ കൊടുക്കുന്ന ടെക്നീഷ്യൻസിന് പകരം ഫുള്ളി ട്രെയിൻഡ് ആയിട്ടുള്ള രജിസ്റ്റേർഡ് ആയിട്ടുള്ള നഴ്സിനെ ആയിരിക്കും. Nurses may also work on ambulance for critical care transport. ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഡോക്ടേഴ്സ് കൂടെ പോകാറില്ല ആംബുലൻസുകളിലെ എല്ലാം. അപ്പൊ അതുപോലെ ചില ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ട് ഒക്കെ വരുമ്പോൾ നേഴ്സ് ആയിരിക്കും അത് അക്കമ്പനി ചെയ്യുന്നത്. നെക്സ്റ്റ് പാരാമെഡിക്. എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റ്, അതാണ് പാരാമെഡിക് എന്ന് പറയുന്നത്. ഒരു എമർജൻസി സിറ്റുവേഷനിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന കെയർ ഗീവേഴ്സ് അതാണ് പാരാമെഡിക്കൽ സ്റ്റാഫ് എന്ന് പറയുന്നത്. This is a high level of medical training and often comprises of key skills not available for technicians such as cannulation and cannula ഇടല്ലേ, ഇങ്ങനെ ട്രിപ്പ് ഒക്കെ ഇടാനും ഇഞ്ചക്ഷൻ വെക്കാനും ഒക്കെ cannula ഇടുമല്ലോ. അങ്ങനെയുള്ള ചില കാര്യങ്ങളൊന്നും ഒരു എക്സ്പെർട്ട് ആയിരിക്കില്ല. And with the ability to administer a range of drugs such as morphine, tracheal intubation and other skills such as executing thyroidectomy. നമുക്ക് സ്ക്രോൾ ചെയ്യാൻ പറ്റും. പാരാമെഡിക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് വരുന്ന സ്റ്റാഫാണ്. നമ്മൾ നേരത്തെ രജിസ്റ്റേർഡ് നഴ്സ് പറഞ്ഞല്ലോ. നഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി അവർ ട്രെയിൻഡ് ആയിരിക്കും, എക്വിപ്ഡ് ആയിരിക്കും. ചില കേസസിൽ ക്രിട്ടിക്കൽ കെയർ ട്രാൻസ്പോർട്ടിന് നഴ്സ് ആംബുലൻസിന്റെ കൂടെ പോകും. നമ്മൾ നോർമലി കാണാറില്ല ആംബുലൻസിന്റെ കൂടെ നഴ്സുമാർ പോകുന്നത് അല്ലേ. അതിന് എപ്പോഴും ആംബുലൻസിന്റെ കൂടെ ചില ടെക്നിക്കൽ സ്റ്റാഫ് ആയിരിക്കും. എമർജൻസി കെയറിന് വേണ്ടിയിട്ട് പ്രത്യേകം ട്രെയിനിങ് കൊടുക്കുന്ന ടെക്നിക്കൽ സ്റ്റാഫിനെ ആയിരിക്കും വിടുന്നത്. അങ്ങനെ വരുന്നതിലാണ് പാരാമെഡിക് വരുന്നത്. എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. അവർക്കൊരു ലെവൽ ഓഫ് മെഡിക്കൽ ട്രെയിനിങ് എല്ലാം കൊടുക്കും ഇതുപോലെ എമർജൻസി സിറ്റുവേഷനിൽ ചെയ്യാനായിട്ട്. പക്ഷെ നഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എല്ലാ സ്കിൽസും അവർക്ക് ഉണ്ടാവില്ല. പിന്നെ ക്യാൻഡിൽ ഇടുക, പിന്നെ നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുമ്പോൾ നമുക്ക് ഇഞ്ചക്ഷൻ കുറെ വേണ്ടി വരുമ്പോൾ ക്യാൻഡിൽ ഇട്ടിട്ട് പിന്നെ ഇഞ്ചക്ഷൻ എല്ലാം അതിൽ കൂടെയല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ ചിലപ്പോൾ അവരെ അലോ ചെയ്യില്ല. അതായത് ചില ഡ്രഗ്സ് ഒക്കെ ചിലപ്പോൾ എപ്പോഴും കൊടുക്കേണ്ടവരാണ്. അതായത് പെയിൻ കില്ലേഴ്സ് ആയിട്ടുള്ള മോർഫിൻ, അപ്പൊ അങ്ങനെ ചില കാര്യങ്ങളൊന്നും അവരെ അലോ ചെയ്യില്ല. ചില കാര്യങ്ങളിൽ മാത്രം ട്രെയിനിങ് കൊടുക്കും. പിന്നെ ഇൻറ്റുബേഷൻ അല്ലേ, ഈ നമ്മുടെ ഈ ചിലപ്പോൾ
ത്രോട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം, ഇവിടെ ക്യാൻസർ ഒക്കെ വരുമ്പോഴേക്കും വോക്കൽ കോഡ് തകരാറിലാവും. ഒരു എക്യുപ്മെന്റ് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് സംസാരിക്കുമല്ലോ. അങ്ങനെ ട്രക്കിയൽ ഇന്റബേഷൻ അങ്ങനത്തെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊന്നും അവരെ കൊണ്ട് ചെയ്യിക്കാറില്ല. തൈറോയ്ഡ് എന്താ തോന്നുന്നു കേട്ടോ. എവിടെയും നിർത്തി വെച്ചു പാടും. പിന്നെ ക്രിപ്റ്റോതൈറോട്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഫേസിന് ഭയങ്കര ഒരു ഡിഫോർമേഷൻ സംഭവിക്കുന്ന രീതിയിൽ ആക്സിഡന്റോ എന്തെങ്കിലും ക്രിട്ടിക്കൽ ഇതൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആ പേഷ്യൻസിനെ മൂവ് ചെയ്യുമ്പോഴോ അങ്ങനത്തെ സീരിയസ് ആയിട്ടുള്ള കേസസ് വരുമ്പോൾ പാരാമെഡിക്സ് അവിടെ പല കാര്യങ്ങളും ചെയ്യാനായിട്ട് അലോ ചെയ്യില്ല. അവർ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെയായിരിക്കും ഉപയോഗിക്കുന്നത്. നമ്മള് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ നോസിന് യൂസ് ചെയ്യും, നമ്മുടെ വായും യൂസ് ചെയ്യും. ഈ ക്രിപ്റ്റോതൈറോട്ടമി എന്ന് പറയുന്നത് ഒരു എമർജൻസി പ്രൊസീജിയർ ആണ്. പെട്ടെന്ന് തന്നെ നമുക്ക് എയർ പാസേജ് വേണം. നമുക്ക് എന്തോ ആക്സിഡന്റ് പറ്റി നമ്മുടെ ബ്രീത്തിങ് ശരിയാവുന്നില്ല. എയർ പാസേജ് കറക്റ്റ് ആക്കാനായിട്ട് പെട്ടെന്ന് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് ക്രിപ്റ്റോതൈറോട്ടമി എന്ന് പറയുന്നത്. ഓപ്പണിംഗ് ഉണ്ടാകും. പെട്ടെന്ന് എയർ പാസേജിന് വേണ്ടിയിട്ട് ഒരു ഓപ്പണിംഗ് നമ്മുടെ ഈ മൗത്തിന്റെ ഭാഗങ്ങളിൽ എന്തെങ്കിലും ചെയ്യുന്നതാണ്. ട്രെക്കിയോസ്റ്റമി എന്ന് പറയുന്നതാണ് ഈ പറഞ്ഞ സാധനം. ഈ ഇവിടെ നമുക്കൊരു ലോങ് ടേമിലേക്ക് നമുക്ക് ബ്രീതിങ് ഇഷ്യൂസ് വരും, സംസാരിക്കാനും ബ്രീതിങ് ഇഷ്യൂസ് ഒക്കെ വരുമ്പോഴേക്കും എക്സ്ട്രാ പ്രൊസീജിയർ ചെയ്ത് നമ്മുടെ ബ്രീതിങ്ങും നമ്മളുടെ സൗണ്ടും കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. മെഡിക്കൽ പ്രൊസീജിയർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പാരാമെഡിക്സ് സ്റ്റാഫുകൾ ചെയ്യില്ല എന്നാണ് പറഞ്ഞത്. അതിന് രജിസ്റ്റേർഡ് നഴ്സ്, പിന്നെ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് അവരാണ് കൂടുതലും അങ്ങനെയുള്ളതും. പിന്നെ ചിലപ്പോൾ ഡോക്ടേഴ്സും അസിസ്റ്റ് ചെയ്യും ചില ആംബുലൻസ് കേസസിൽ. എമർജൻസി കെയർ പ്രാക്ടീഷണർ, ദിസ് പൊസിഷൻ ഈസ് ഔട്ട്ലൈൻ ടു ബ്രിഡ്ജ് ലിങ്ക് ബിറ്റ്വീൻ ആംബുലൻസ് കെയർ ആൻഡ് ദ കെയർ ഓഫ് ദ ജനറൽ പ്രാക്ടീഷണർ. ECP, എമർജൻസി കെയർ പ്രാക്ടീഷണർ എലിജിബിൾ പാരാമെഡിക്സ് ആയിരിക്കും. ഫർദർ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ട്രെയിനിങ്, അഡ്വാൻസ്ഡ് ട്രെയിനിങ്ങിലേക്ക് പോയ പാരാമെഡിക്സ് ആണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ എന്ന് പറയുന്നത്. ആൻഡ് ട്രെയിൻ ടു ഡിക്റ്റേറ്റ് മെഡിസിൻസ് ഫോർ ലോങ്ങർ പീരിയഡ് കെയർ സച്ച് ആസ് ആന്റിബയോട്ടിക്സ് ആസ് വെൽ ആസ്. ഇപ്പൊ പാരാമെഡിക്സും 7ഉം 8ഉം തമ്മിലുള്ള ഡിഫറൻസ് വന്ന പാരാമെഡിക്സിനെ എല്ലാ കാര്യങ്ങളിലും അസിസ്റ്റ് ചെയ്യാനായിട്ട് ആ കെയർ കൊടുക്കാനായിട്ട് അലോ ചെയ്യില്ല. പക്ഷെ അവർക്ക് ഫർദർ അഡ്വാൻസ്ഡ് ട്രെയിനിങ് കൊടുത്ത് അവർ എമർജൻസി കെയർ പ്രാക്ടീഷണർ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് പറ്റും ആംബുലൻസ് സർവീസിൽ. ലാസ്റ്റ് ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഫിസിഷ്യൻ അസിസ്റ്റന്റ്സ് ആർ സീൻ മെയിൻലി ഇൻ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ്. അത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലാണ് കൂടുതൽ കാണുന്നത്. നമുക്കിപ്പം കുറെ ഡിഗ്രി കോഴ്സുകൾ ഉണ്ടല്ലേ, ഹെൽത്ത് റിലേറ്റഡ് മെഡിക്കൽ റിലേറ്റഡ് കുറെ ഡിഗ്രി കോഴ്സസ് ഉണ്ട്. കാർഡിയാക് അസിസ്റ്റന്റ് കോഴ്സ്, പിന്നെ റേഡിയോളജി അസിസ്റ്റന്റ്, അങ്ങനെ എന്തോ പറയുക, അനസ്തെറ്റിക് അസിസ്റ്റന്റ്, അങ്ങനെ BSc അങ്ങനെ കുറെ കോഴ്സസ് ഉണ്ട്. അതിലൊരു കോഴ്സാണ് BSc ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഒരു വൈറ്റ് കോളർ ജോലി പോലെയാണ്. ഡോക്ടറുടെ കൂടെ ഇങ്ങനെ സ്റ്റൈലായിട്ട് നടക്കാം. പെൺകുട്ടികൾക്കൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ജോലി, ഡോക്ടർ ആകാൻ പറ്റിയില്ലെങ്കിൽ ഇങ്ങനത്തെ ജോലി ഇഷ്ടമാണെങ്കിൽ ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്നുള്ള ആ ഒരു ഇതിലേക്ക് പോകാം. എന്ന് വെച്ചാൽ അത് പുറത്തെ രാജ്യങ്ങളിലൊക്കെയാണ്. ആസ്റ്റർ പോലുള്ള നമ്മളുടെ ഇവിടെയുള്ള വലിയ ഹോസ്പിറ്റലുകളിൽ ചിലപ്പോൾ കാണാം ഫിസിഷ്യൻ അസിസ്റ്റന്റ്. ഈ ഫിസിഷ്യനെ അസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കംപ്ലീറ്റ് കാര്യങ്ങളും ഡോക്ടർ നമ്മളോട് സംസാരിക്കുന്നത് കംപ്ലീറ്റ് ഡേറ്റാബേസ് നോട്ട് ചെയ്യുന്നു, ടെസ്റ്റുകൾ നടത്തുന്ന റിപ്പോർട്ട് അതൊക്കെ നോട്ട് ചെയ്യുന്നു. ഇതെല്ലാം അവരായിരിക്കും. ഡോക്ടർക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും, ഒരു PA കൂടെ. അത് ഇംഗ്ലീഷ് യൂറോപ്യൻ കൺട്രീസിലാണ് കൂടുതൽ കാണുന്നത്. ഫിസിഷ്യൻ അസോസിയേറ്റ്സ് എന്ന് ചില കൺട്രീസിൽ പറയും. PAs mirror the practice of a physician and are able to provide the range of medical skills a physician provides. They normally work in dissociation with a physician. ഫിസിഷ്യനുമായിട്ട് ചേർന്ന് ഫിസിഷ്യന്റെ ഒരു PA പോലെ വർക്ക് ചെയ്യുന്ന ആളാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. അത് ശരിക്കും ഫിസിഷ്യന്റെ ഒരു മിറർ പോലെയാണ്. ഫിസിഷ്യൻ പറയുന്ന കാര്യങ്ങൾ നമ്മളെ കൺവേ ചെയ്യുന്നു, നമ്മളുടെ കാര്യങ്ങൾ ഫിസിഷ്യൻ അറിയിക്കുന്നു. അങ്ങനെ ഫിസിഷ്യന്റെ കുറെ ഡ്യൂട്ടീസ് ചെയ്യുന്ന ആളാണ് ഫിസിഷ്യൻ അസിസ്റ്റന്റ് എന്ന് പറയുന്നത്.
They normally work in association with physician. Though in an ambulance environment, this may not be possible. Instead, advanced direction or electronic communication is available to PAs to consult with physicians when needed. നമ്മൾ പറഞ്ഞില്ല ആംബുലൻസിന് കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള മെത്തേഡ്സ് ഉണ്ടെന്ന്. അപ്പോൾ ആംബുലൻസിൽ നിന്നും ഡോക്ടറെ നേരിട്ടായിരിക്കില്ല കിട്ടുന്നത്, ഈ ഫിസിഷ്യനെ ആയിരിക്കും വിളിക്കുമ്പോൾ കിട്ടുന്നത്. ഫിസിഷ്യനെ ആയിരിക്കും കംപ്ലീറ്റ് ഡേറ്റാസും അറിയിക്കുന്നത്. അത് ഫിസിഷ്യനുമായിട്ട് വേണമെങ്കിൽ കൺസൾട്ട് ചെയ്തിട്ട് പറയും, അല്ലെങ്കിൽ ആൾക്ക് തന്നെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനുള്ള ഒരു പവർ ഉണ്ടായിരിക്കും. അതാണ് ഫിസിഷ്യന്റെ ജോലി. അതാ പണ്ടത്തെ പോലെ ഈ പേഷ്യന്റ് ഡോക്ടർ ആ റിലേഷൻഷിപ്പ് ഇല്ല. അതിന് ഇന്റർമീഡിയറ്റ് ആയിട്ട് ഇങ്ങനെ ഒരാൾ വന്ന് നിൽക്കുമ്പോൾ നമ്മളൊന്നും ഡോക്ടറിൽ നിന്ന് നേരിട്ട് കേൾക്കുന്നില്ല. അത് റിസ്ക്കുള്ള പരിപാടിയല്ലേ, എല്ലാം ഈ അസിസ്റ്റന്റ് വഴിയാണ് നമ്മളിങ്ങനെ കേൾക്കുന്നത്. നെക്സ്റ്റ് ഫിസിഷ്യൻ. നമ്മൾ പറഞ്ഞ ഡോക്ടേഴ്സ് മേ ബി പ്രസന്റ് ഇൻ സ്പെഷ്യലിസ്റ്റ് ആംബുലൻസ്. പറഞ്ഞല്ലോ ചില ആംബുലൻസുകളിൽ ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. അത് മോസ്റ്റ് നോട്ടബിളി ദ എയർ ആംബുലൻസ് ആയിരിക്കും വിത്ത് ഫുൾ റേഞ്ച് ഓഫ് അഡീഷണൽ സ്കിൽസ് സച്ച് ആസ് യൂസ് ഓഫ് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ്. ചില ആംബുലൻസുകളിൽ ഡോക്ടറുടെ സേവനം ഉണ്ടാവും. അത് അതുപോലുള്ള സ്പെഷ്യലിസ്റ്റ് ആംബുലൻസ് കെയർ ആവശ്യമുണ്ട്. ഒരു പേഷ്യന്റിനെ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ട് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ പേഷ്യന്റിനെ നോക്കിക്കൊണ്ടിരുന്ന ഡോക്ടർ ചിലപ്പോൾ ആംബുലൻസിൽ പ്രസന്റ് ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ കേസ് വരുമ്പോഴാണ് ഫിസിഷ്യൻ ഡോക്ടേഴ്സ് ആംബുലൻസിൽ പ്രസന്റ് ആയിരിക്കുന്നത്. അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതുപോലെ തന്നെ ടെക്നീഷ്യന്മാരാണ് ചെയ്യുന്നത്. ഓക്കെ, അതോടുകൂടി നമ്മുടെ ആംബുലൻസ് ചാപ്റ്റർ കഴിഞ്ഞു. ഈ ലാസ്റ്റ് ഈ പോർഷൻ മാത്രം രണ്ടാമത്തേക്ക് പറയാൻ പറ്റിയില്ല. ജസ്റ്റ് നമുക്ക് വലിയ സ്റ്റാഫിനെ കുറിച്ച് നമുക്ക് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് റെസ്പോണ്ടർ എന്തായിരുന്നു പറഞ്ഞത്? ആ സൈറ്റ് ഇൻസിഡന്റ് നടന്ന സ്ഥലത്ത് ആദ്യം എത്തുന്ന ആള്. അതൊരു പക്ഷെ ആംബുലൻസിലെ തന്നെ സ്റ്റാഫ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിലൂടെ പാസ് ചെയ്ത ആളായിരിക്കാം, അല്ലെങ്കിൽ പോലീസിനോ ഫയർഫോഴ്സിനോ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കാം. ആംബുലൻസ് ഡ്രൈവർ, ചില സർവീസസ് എല്ലാം ആംബുലൻസ് ഡ്രൈവർ ചെയ്യും. പ്രത്യേകിച്ച് ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടാവും, പക്ഷെ കുറച്ച് ട്രെയിനിങ്സ് കൊടുക്കും. എങ്ങനെയാണ് അതിനകത്ത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ മെഡിക്കൽ സപ്ലൈസ് ഉള്ളത് എവിടെയാണോ അതെല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ നോൺ എമർജൻസി അറ്റൻഡന്റ് ഉണ്ട്. നോൺ എമർജൻസി അറ്റൻഡന്റ് എന്ന് പറഞ്ഞാൽ അത്ര എമർജൻസി കാര്യങ്ങളൊന്നും ആയിരിക്കില്ല, അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്യാൻ അറിയുന്നു. എമർജൻസി സിറ്റുവേഷനിലുള്ളവരില്ല. അല്ലാതെ ഈ എമർജൻസി കെയർ അസിസ്റ്റന്റ്, അതായത് എമർജൻസി സിറ്റുവേഷനിലെ കാര്യങ്ങൾ ചെയ്യുന്ന ആളെ അസിസ്റ്റ് ചെയ്യുന്ന ആള്, അത് മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ആംബുലൻസ് ഡ്രൈവർ തന്നെയായിരിക്കും. ഈ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് ഇവർക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്യാനായിട്ട് അറിവുണ്ടായിരിക്കും, അതുപോലെ ട്രെയിൻഡ് ആയിരിക്കും, സ്കില്ലായിരിക്കും. US ഇതിനെ വരെ പല ലെവലിലും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് സിറ്റുവേഷൻ എത്രത്തോളം കെയർ വേണ്ടതാണ് അതിനനുസരിച്ച് ആ ഓരോ ലെവലിലുള്ളവർ അയച്ചാൽ മതിയായിരിക്കും. രജിസ്റ്റേർഡ് നഴ്സ് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും. ചില കേസസിലെ സിറ്റുവേഷനിൽ രജിസ്റ്റേർഡ് നഴ്സ് അങ്ങോട്ട് പോകും. നെക്സ്റ്റ് പാരാമെഡിക് നമ്മൾ പറഞ്ഞു. പാരാമെഡിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് അതിന് വേണ്ടുന്ന സ്റ്റാഫ്. അപ്പൊ അവരെ ചില സർട്ടൻ കാര്യങ്ങളിൽ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യും. ചില കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവരെ അലോ ചെയ്യില്ല. എമർജൻസി കെയർ പ്രാക്ടീഷണർ അവർക്ക് എല്ലാ കാര്യങ്ങളും, അതായത് ഈ പാരാമെഡിക്സിനെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുമ്പോഴാണ് എമർജൻസി കെയർ പ്രാക്ടീഷണർ ആവുന്നത്. കുറെ കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള പവർ ഉണ്ട്. പിന്നെ ഫിസിഷ്യന്റെ അസിസ്റ്റന്റ്, ചില യൂറോപ്യൻ കൺട്രീസിലാണ് കൂടുതൽ ഡോക്ടർക്ക് ഒരു അസിസ്റ്റന്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഒരു കാര്യങ്ങളും ഡോക്ടർക്ക് നേരിട്ടായിരിക്കില്ല നമുക്ക് പറയാൻ പറ്റും, ഈ അസിസ്റ്റന്റ് വഴിയായിരിക്കും. നമുക്ക് ടു വേ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടല്ലോ ഈ ആംബുലൻസിൽ, അത് മുഴുവനും ഫിസിഷ്യന്റെ അടുത്തായിരിക്കും എത്തുക. നെക്സ്റ്റ് ഫിസിഷ്യൻ, ഡോക്ടേഴ്സ് സ്പെഷ്യൽ കേസിലെല്ലാം ഡോക്ടേഴ്സ് ആംബുലൻസിന് പേഷ്യന്റ് കൂടെ കെയറിനുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നല്ലതുപോലെ വായിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ച് വലിയൊരു ചാപ്റ്റർ ആണ് ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുന്നത്, മെഡിക്കൽ ടെർമിനോളജി. അപ്പൊ അത് കുറച്ചധികം ഉണ്ട്, പിന്നെ ഡ്രൈ ആണ്. കാരണം കുറെ കാര്യങ്ങളൊന്നും പറയാനുള്ള കുറെ ടേംസ് ആണ്, ഈ മെഡിക്കൽ ടേംസ് ആണ്. ഈ ഡോക്ടേഴ്സും ഫാർമസിസ്റ്റുകളും ഒക്കെ യൂസ് ചെയ്യുന്ന, നഴ്സുമാരൊക്കെ യൂസ് ചെയ്യുന്ന അവരുടെ കുറെ ടേം ഉണ്ട്. അതാണ് നെക്സ്റ്റ് ഉള്ളത്. ഇത് ആംബുലൻസ് സർവീസ് അതുപോലെ വായിക്കാം. ക്വസ്റ്റ്യൻ ഞാൻ ഷെയർ ചെയ്തേക്കാം. നിങ്ങൾക്ക് ലേബർ റൂമിന്റെ ക്വസ്റ്റ്യൻസ് ഇന്ന് വന്നിട്ടുണ്ടാവും. കറണ്ട് ഇല്ലാത്തവർക്ക് എപ്പോഴാണ് അയച്ചെന്ന് അറിയില്ല. ആംബുലൻസിന് അടുത്ത ദിവസം തന്നെയാണ്. ഒന്നത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് നല്ലപോലെ വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യാം. ഓക്കെ, എന്ന് മൈൻഡ് ചെയ്യാം. താങ്ക് യു.